ഹലോ. ഹലോ, ആ. ഇതാര്? ഏ ആരാ? ഇങ്ങോട്ട് വിളിച്ചല്ലേ? അതെ. പിന്നെന്താ ഇതാരാന്ന് ചോദിക്കും. നിങ്ങളെ പേരെന്താ? നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതല്ലേ? എന്താ പേര്? അപ്പൊ നിങ്ങൾ ആരെയാ വിളിച്ചത്? നിങ്ങളെ പേര് ഇലിയാഖത്ത്? അതെ, നിങ്ങൾ ഇന്നെ തന്നെയല്ലേ വിളിച്ചാ? നിങ്ങളെ തന്നെ കൊറേ സ്ഥലം വിളിക്കുന്നത് കിട്ടുന്നില്ലല്ലേ. ഉം. നിങ്ങൾക്ക് ടൈം ഉണ്ടോ? ആ ഉണ്ടല്ലോ. എന്തുപറ്റി? ഏതാ ടൈം? ടൈം ഉണ്ടോന്നോ? ഇപ്പൊ ആ സംസാരിച്ചോളി. അല്ല, നീ വിളിക്കുന്നതിന് ടൈം ഉണ്ടോ അറിയോ? ഡോക്ടർമാർ അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? കിട്ടുമ്പോ കിട്ടും, അത്രേ ഉള്ളൂ. അങ്ങനെ ഉം. വേറെ സുഖല്ലേ? സുഖം. ഉം. വേറെന്താ? വേറെന്താ? എന്താ വിളിച്ചേ? അല്ല, നിങ്ങളെ വീട്ടിലും കാണണ്ട, അതുകൊണ്ട് വിളിച്ചതാ. ആ ശരി. കൊറേ ആയോ കാണാൻ തുടങ്ങിയിട്ട്? കൊറേയായി. ഉം. ഭയങ്കര രസമുണ്ട് കാണാൻ. എപ്പിസോഡ് പോലെ കാണുന്നതല്ലേ, പിന്നെ ആ രസമല്ലേ അത് ശരി. കാണാന്. ഉം. ഉം. വേറെന്താ? നിങ്ങക്ക് വധഭീഷണിയെല്ലാം പറഞ്ഞതാ, അത് നിങ്ങൾക്കല്ലേ? അത് കഴിക്കാതെ അതെല്ലാവർക്കും വരൂലേ? അതൊന്നും പേടിക്കണ്ട കേട്ടാ. വധഭീഷണി ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിനു മുമ്പ് ഞാൻ ഒരു മുസ്ലിമാണ് കേട്ടാ. ഉം. മുസ്ലിം എന്നാണ് ഇസ്ലാം മതം വിശ്വസിക്കുന്നത്. മുസ്ലിം ഉം. കേട്ടാ. അല്ലാണ്ട് അപ്പൊ മുസ്ലിം വേറെ ഇസ്ലാം വേറെ ഒന്നല്ല. ഇസ്ലാം മതം വിശ്വസിക്കുന്ന മുസ്ലിം. ഇസ്ലാം ഇസ്ലാം മതം എന്ന് പറഞ്ഞൊരു വിശ്വസിക്കുന്ന. മതമാണ്. ഇസ്ലാം ഉം. എന്ന് പറഞ്ഞൊരു മതമാണ്. ഉം. അതറിയാം. അതെ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്ന ആളെയാണ് മുസ്ലിം എന്ന് പറയും, അല്ലേ? അപ്പൊ രണ്ടും രണ്ടല്ലേ? ഏ? ഇസ്ലാം മതം നിങ്ങൾ ഇസ്ലാമോ മുസ്ലിമോ? ഇസ്ലാം എങ്ങനെ? നിങ്ങൾ ഇസ്ലാമാണോ മുസ്ലിമാണോ? ഇസ്ലാം മതം ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതമല്ലേ? ആ അതന്നെ ഞാനും അതിൽ പറയണേ. വിശ്വസിക്കുന്ന ആളുകാ. അതന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം. അതിപ്പോ അങ്ങനെയല്ല, ഹിന്ദു മതം. ഇപ്പൊ കുപ്പിയിലിരിക്കുന്നത് കള്ളാണ്, കള്ളുടിയാനല്ല. അല്ലല്ലോ? അങ്ങനെയുള്ള അത് ഒരു കള്ള് വാങ്ങി വയറ്റിലാക്കുമ്പോഴാണ് അയാൾ കള്ളുടിയാനാവുന്നത്. നിങ്ങൾ അതേപോലെയാണ്. ഫുഡ് കഴിക്കാ? അതേപോലെ തന്നെയാണ്. ഫുഡ് കഴിക്കാ? അല്ലല്ല, പറഞ്ഞോളി. അപ്പൊ ആ ഓക്കെ. വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളോട് ഞാൻ ഇസ്ലാമാ മുസ്ലിമാ വെച്ചാൽ അപ്പൊ നിങ്ങൾ പറയും മുസ്ലിമാണെന്ന്. ഇങ്ങനെ അത് രണ്ടും ഞാൻ രണ്ടാണ് മുസ്ലിമാണ്. എന്ന് ഞാൻ പറഞ്ഞിട്ട് ഉം. അതങ്ങനെ അല്ലാന്ന് എന്നോട് പറയാൻ വിളിച്ച നിങ്ങള്. ഞാനൊന്നും എന്നാ പിന്നെ ചോദിക്കട്ടാ. നിങ്ങൾ ഇസ്ലാമാണോ ഞങ്ങളോട് മുസ്ലിം കാര്യം ആണോ എന്ന് ചോദിക്കട്ടാ. ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ അതെല്ലാം വിട്, പറയും ഞാൻ ഞാനോ മുസ്ലിം. ചോദിക്കട്ടാ. നിങ്ങൾ ഇസ്ലാമിനെ മാത്രം എന്തിനാ ഈ ടാർഗറ്റ് വെച്ചത്? എന്താ ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് എന്താ? അല്ല, നിങ്ങൾക്ക് ഞാനൊരു 4-5 മുർത്തദ്ദാണ്, പോയിന്റ്. മുർത്തദ്. എന്ത് ഞാനൊരു മുർത്തത്? മുർത്തദ്ദാണ്. ഞാൻ പറയുന്നക്ക് ഞാനൊരു നിങ്ങൾക്ക് മുർത്തദ്ദാണ്. നിങ്ങൾ അത് പറഞ്ഞേക്ക്, അത് ഞാനൊന്ന് പറയട്ടെ. ഇത്ര നിങ്ങൾ മുർത്തത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്താണ്? മുർത്തയാള്. അല്ലേ? ഈ മുർത്തദ്ദിനെ എന്ത് ചെയ്യണമെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എന്താ വെച്ചപ്പെട്? അത് പറയൂ. മുർത്തത് എന്ന് ഇസ്ലാമിക പറഞ്ഞാൽ നിയമം എന്താണ്? എന്താ? മദ്രസിലെ കുട്ടികളെ പഠിപ്പിക്കണ എന്താ? ഇല്ല. മദർസിലെ നീ ഉം? എന്റെ ഫേലിയാക്കത്തെ ഏ? ഈ മദർസയിൽ നീ പഠിച്ചിട്ടുണ്ടാ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ പഠിപ്പിക്കുന്ന ഫിഖിന്റെ നീ ഇപ്പൊ ഇപ്പല്ല പഠിപ്പിക്കുന്ന ഫിഖിന്റെ പുസ്തകം എന്റെ അടുത്തുണ്ട്. ഇപ്പം ഉം. മുമ്പും ഉം. ഞാൻ പഠിച്ചതും ഇപ്പം പഠിപ്പിക്കുന്നതാണ്. ഉം. സെയിം ആണ്, ഉം. ഒരു വ്യത്യാസമില്ല. ഉം. അത് നിങ്ങളെ ഈ സംഘപരിവാറിന്റെ ഈ ഇതില് നിങ്ങൾ അടിച്ചർക്കുന്നത്. നിങ്ങളെ സംഘപരിവാറോ? നിങ്ങളെ സംഘപരിവാർ തന്നെ എ പറയാം. പി പിന്നെ ഉസ്താദിന്റെ അല്ലേ സംഘപരിവാർ? എന്ത് എ പി സ്ഥാനിന്റെ? എ പി ഉസ്താദിന്റെ സംഘപരിവാർ അങ്ങനെ പറയും. എന്നിട്ട് ഞാൻ എ പി എ പി ഒന്നല്ല. ഉസ്താദിന്റെ സംഘപരിവാറുണ്ട്. പിന്നെ ഈ മുജാഹിദുകൾക്ക് സംഘപരിവാറുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഞാന് നിങ്ങളെ ഒരു സമ്മേളനമൊക്കെ വിളിക്കുമ്പോ കാണാം നിങ്ങളെ ബി പോറ്റുന്ന ജെ ഞാൻ പിന്റെ ഇതിനോട് വരാം. നേതാക്കന്മാരെയൊക്കെ വിളിക്കണം. ഈ എന്തിനാ മനസ്സിലായില്ല? ഇസ്ലാമിനെ എതിർക്കുന്നത് ഇത് നിങ്ങൾ വിഷയത്തിലേക്ക് വരും. ഇന്നലല്ലോ. നിങ്ങൾ വിഷയത്തിലേക്ക് വരും. വിഷയത്തില്ല. നിങ്ങൾക്ക് മുർത്തദിന് എന്ത് ഇടമുറുകിനെ ചെയ്യണം അറിയാം. ഇസ്ലാമിന്റെ നിയമം? സനൽ ഇടമുറുകിനെ അറിയാം. നിങ്ങൾ ഇത് പറയേ. അല്ല, അറിയാം. നിങ്ങൾക്ക് ഇപ്പൊ വാസുദേവൻ നായർ അറിയോ? ഏത് വസനവനെ? അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങളൊരു പേര് അതന്നെ. വെച്ച ആ ഏത്. സനൽ ഇടമുറുക ആരാന്ന്? നമ്മൾ തമ്മിൽ സംസാരിക്കല്ലേ? നിരീശ്വരവാദിയാ. നിങ്ങൾ ഞാനും തമ്മിൽ നിങ്ങൾക്ക് സംസാരിക്കല്ലേ? ഞാനൊന്ന് നിങ്ങൾ പറയാനാ, വിഷയത്തിലേക്ക് ഞാൻ വരും. ഒരൊറ്റ വാക്ക് വരാം. നിങ്ങൾ ഇസ്ലാമിനാണ് നിർത്തിയിട്ട് നിങ്ങൾ ഇത് ഹിന്ദു മതത്തിനെ എതിർക്കോ? എന്താ ഇതുപോലെ വിമർശിച്ചോ? പറയോ? എന്താ ഹിന്ദു മതത്തിനെ വിമർശിച്ചോ? നിങ്ങൾ ഈ എപ്പിസോഡായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ ആരിഫ് എന്ന് പറയുന്നവന്റെയും ഇന്ന് വരെ ഞാൻ ഇസ്ലാമിനെ എപ്പിസോഡായിട്ട് മാത്രം ഹിന്ദു മതത്തിനെ വിമർശിക്കേണ്ട കാര്യമില്ല. എന്നെ കൊല്ലണം എന്ന് പഠിപ്പിക്കണ മതം ഇസ്ലാമാണ്. അല്ലല്ല, വരുമാനം നിങ്ങൾക്കുള്ളത് അതിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുമാനം ഉള്ളത് അതിൽ നിന്നാണ്. അതൊന്നും ക്രിസ്മസത്തിനുണ്ട് വരുമാനം, നല്ല വരുമാനമുണ്ട്. അതിപ്പോ ഞാൻ എന്നോട് അതുകൊണ്ട് മദർസ പഠിപ്പിക്കണ ശരിയാവോ?
അല്ല നിങ്ങൾക്ക് ഈ മതം വിറ്റിട്ട് അല്ല എങ്ങനെ അതുകൊണ്ട് ജീവിക്കണം? മദ്രസ പഠിപ്പിക്കുന്നത് മുർത്തദിനെ കൊല്ലണം, ഏത് മുർത്തദിനെ നിങ്ങൾക്ക് മുർത്തദ് എന്ന് പറഞ്ഞാൽ അതല്ല കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് മദ്രസ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയാവോ? നിങ്ങൾക്ക് എന്ത് പറയുമ്പോഴും ഒന്നിക്കില് ഉം. വേഗം മുഹമ്മദിന്റെ വില കയറും, ആ വേഗം അങ്ങോട്ട് കയറും. എന്നാണ് എന്തിനാ പറയാ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ പിന്നെ നിങ്ങൾക്ക് ആരാണ് അത് കയറേണ്ടത്? ആളാ നിങ്ങളെ ഇതിന് ആരെ? ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ പിന്നെ ആരെ കുറിച്ചാ പറയേണ്ടത്? അതന്നെ പറയും, നിങ്ങൾക്ക് വേഗം അതിന്റെ മേലെ കയറും. എന്റെ പൊന്നാര സുഹൃത്തെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ നിങ്ങൾക്ക് മാതൃകാ ഞാൻ പുരുഷൻ പറഞ്ഞ ആരാണ്? നിങ്ങൾക്ക് ഇസ്ലാമിക ആര് നിയമങ്ങളുടെ ഒക്കെ മാതൃക ആരാ? മുഹമ്മദ് മുഹമ്മദല്ലേ? നബി എന്ന് പറഞ്ഞ ഒരു പ്രോഫിറ്റ് ആണ്, അല്ലേ? പ്രോഫിറ്റോ? നിങ്ങൾക്ക് മുഹമ്മദ് നബിക്ക് ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. പ്രോഫിറ്റ് എന്ന് പറഞ്ഞ പ്രവാചകനാണ്, ആ പ്രോഫിറ്റ് പ്രോഫിറ്റ്. അല്ല ഞാൻ പ്രോഫിറ്റ്. ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബിക്ക് നിങ്ങൾ ഇസ്ലാമിനെ മുഹമ്മദ് കുറിച്ച് നബി നിങ്ങൾ ബഹളം ഉണ്ടാക്കി തുടങ്ങല്ലേ? ഞാൻ മുഹമ്മദ് ചോദിക്കട്ടെ, നബി ഞാനും കൂടി നിങ്ങളെ സംസാരിക്കട്ടെ. ഇടയ്ക്ക് പറയുന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വരും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരും, എന്നിട്ട് അതിന് ഞാൻ പറ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് പോകും, എന്നിട്ട് പറ അതിന് പറ സംസാരിച്ച് വരുമ്പോൾ നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് പോകും. നിങ്ങൾ പറ അങ്ങനെ നിങ്ങൾ വട്ടത്തിൽ പോയാൽ എങ്ങനെ ശരിയാവും? ഇല്ല നിങ്ങൾ പറ. എന്താ മുർത്തദിനെ എന്ത് ചെയ്യണം എന്നാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? അതല്ല ഞാൻ ചോദിച്ചേ. മുർത്തദിനെ എന്തെങ്കിലും കൊല്ലണമെന്നാ? ആ എന്താ നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം എന്താ? ഇല്ല, എന്താണ് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമം? എന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാം. എന്ന് നിങ്ങൾ പറഞ്ഞ ഈ ഇപ്പൊ ലിയാഖത്ത് ഇന്ന് പോയത് കൊണ്ടോ അതുപോലെ ഈ ആരിഫ് ഹുസൈൻ അതൊന്നല്ല, ഞാൻ ഞാൻ അതൊന്നും പറയുന്നൊക്കെ ചോദിച്ചില്ല. ഞാൻ ഇതിന്ന് ചോദിച്ചത് പറയുന്നൊക്കെ ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒന്നുകൊണ്ട് കഴിഞ്ഞാ ഇനി പറയും, മുർത്തദിനെ കൊല്ലണം. ഇത് തീരുമാനാക്കി തരാം. ഞാൻ എന്താണ് ഇസ്ലാമിന് ഈ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ മുസ്ലിമിനെ ഓരോ ഈ മുർത്തദിനെ എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് ഈ വലിയ കാര്യങ്ങളല്ലേ എന്റെ ആശയത്തിൽ നിൽക്കുന്ന നിങ്ങളല്ലേ ഒരാള് ഒരു മിനിറ്റ് നിങ്ങൾക്ക് അത് ചെറിയ കാര്യമായിരിക്കും. എന്നെ കൊല്ലണം എന്ന് പറയണത് നിങ്ങൾക്ക് ചെറിയ കാര്യമായിരിക്കും. നിങ്ങൾ പറയുന്നുണ്ടല്ല ഈ എന്നെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ കാര്യമായിരിക്കും. ബഹുദൈവ ആരാധകരെ നിങ്ങൾ തലയിൽ വെട്ടി കൊല്ലണമെന്ന് ഖുർആനുണ്ടാ? അങ്ങനെ അന്ത എന്ന് പറഞ്ഞാൽ ഈ ബഹുദൈവ ആരാധികർ എന്നാൽ മുസ്ലിം അല്ലാത്ത വിശ്വാസികളെ 4 മാസം കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലാൻ അന്നത്തെ കാലത്ത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. പറയുന്നൊക്കെ ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? ആ ഉണ്ട്, കാണിച്ചു തരാൻ പറ്റും. എവിടാ? ഏതായത്തില്? 4:34 എടുത്തോളി. അതിലെന്താ ഫുള്ള് വായിക്കുന്നത്? അല്ല 4:34 ടൈമാ? 4:34 അല്ല, 9:5 എടുത്തോളി. ഞാൻ ചോദിക്കട്ടാ, 9:5 എടുത്തോളി. അങ്ങനെ തല വെട്ടണമെന്ന് പറഞ്ഞില്ലെങ്കിൽ പോട്ട്, അങ്ങനെ തല വെട്ടണമെങ്കിൽ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെക്കാട്ടി കൂടുതൽ ആള് ജോലി ചെയ്യുന്ന ആരാണ്? പോട്ട്, ഞാനിവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്നതാണോ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എല്ലാ ഹിന്ദുക്കളാണ്. അവരെല്ലാം തല പോട്ടെ. ചോദിച്ചില്ലല്ലോ നിങ്ങളോട്, ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുങ്ങളേ. ഈ ഖുർആനിൽ ഇത് വെച്ചിട്ട് ഇന്ന് വരെ ഏതെങ്കിലും ആളെ തല വെട്ടിയിട്ടുണ്ടാ? മുർത്തദിനെ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാമിലെ മുർത്തദിന് എന്ത് ചെയ്യണം? എനക്കെന്താ ഇന്നെ കൊല്ലണമെന്നില്ല ആഗ്രഹമൊന്നുമില്ലല്ലോ. നീയിപ്പോ എന്തെല്ലാം പറയുന്നുണ്ട്? ഞാൻ ചോദിക്കുന്നതിന് ഈ ലിയാഖത്ത് പറയുന്നതിന് എന്തെല്ലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിനക്കുള്ള ഇത് ഇതിന്റെ പേര് ഇസ്ലാമും മുസ്ലിമും രണ്ടാണ്. ഞാൻ നിങ്ങളെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ലിയാഖത്തെ, ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ലിയാഖത്തിനെ എനിക്ക് ഇപ്പൊ കൊല്ലണമെന്നില്ല ആഗ്രഹമൊന്നുമില്ല. ഒരു മിനിറ്റ്, ഒരു കാര്യം നമുക്ക് സംസാരിച്ചു പോണെങ്കിൽ, നമ്മളൊരു സംസാരം നടക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം തീരുമാനാക്കണ്ടേ? ഞാൻ ഇസ്ലാമിനെ മാത്രമാണ് വിമർശിക്കുന്നത്, ഇതാണ് നിങ്ങൾ ഒരു ആശയം. ഓക്കെ, എന്തുകൊണ്ട് വിമർശിക്കുന്നു ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചോദ്യം മാത്രം ഉത്തരം വേണ്ട, ഉത്തരം വേണ്ടേ? എന്താണ് നിങ്ങളെ ഫാദറും നിങ്ങളെ മദറും ഇത്തരം നല്ല രീതിയിൽ നിങ്ങളെ നല്ല രീതിയിൽ പോറ്റി വളർത്തി. ഓക്കെ, നിങ്ങളെ മദറും നിങ്ങളെ ഫാദറും നിങ്ങളെ ഉപ്പയും ഉമ്മയും നല്ല രീതിയിൽ നിങ്ങളെ വളർത്തി അല്ലെ? എത്രാം വയസ്സിൽ നിങ്ങളെ മുർത്തദായി എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്നത്? അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എത്രാമത്തെ വയസ്സെന്നാണ്? ഈ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ പറയുന്ന സാധനമായത്, ഈ മുർത്തദ് എന്ന് പറഞ്ഞ സാധനമായത്? അത് ഒരു 32-33 വയസ്സ് വരെ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ ഈ 32 വയസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കള്ളുടിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ചെയ്യില്ല. ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? എന്തൊക്കെ മണ്ടത്തരങ്ങൾ നിങ്ങൾ പറയണേ? ഈ എന്തൊക്കെ മണ്ടത്തരങ്ങൾ പറയണേ? ഒരു വിഷയം സംസാരിക്കുമ്പോ മുസ്ലിമായ കള്ളുടിക്കൂല, ഇതാണ് നിങ്ങളെ വാദം? മുസ്ലിമായ കള്ളുടിക്കില്ല അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വാദം ഉണ്ടോ നിങ്ങൾക്ക്? എന്നാ അല്ല, അങ്ങനെ ഒരു വാദം ഉണ്ടോ നിങ്ങൾക്ക്?
എല്ലാവരും ഒരു മനുഷ്യരല്ലേ, അങ്ങനെ ഒരു വാദമുണ്ടോ? എല്ലാവരും ഒരുപോലെ നിങ്ങൾ ഒന്നുമില്ല. ഒരു കാര്യത്തിലും മറുപടി ഞാൻ പറയാൻ സമ്മതിക്കൂല. ചോദിക്കുന്നത് പിന്നെ ഈ എങ്ങനെ? നിങ്ങൾ 32 ഇങ്ങനെ വയസ്സ് വെറുതെ വരെ ബഹളം വെച്ച് സമയം നിങ്ങള് കളയാനാണോ എന്റെ? അല്ലല്ല സമയങ്ങൾ നിങ്ങൾ ഒരു ഈ പോയിന്റ് പറയാൻ 32 സമ്മതിക്കില്ലല്ലോ. അല്ലല്ല നമുക്കൊരു ഈ കാര്യം തീരുമാനാക്കുക 32 ആദ്യം, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറയും ഓരോ പറയുന്നൊക്കെ ദിവസം ഞാൻ തരാം ഈ നിങ്ങൾക്ക്. 32 വയസ്സ് വരെ ഉം, ഈ ലിയാഖത്ത് എന്ന ആള് എന്തെങ്കിലും അനാവശ്യമായ നമ്മളെ പ്രകൃതിക്ക് വിരുദ്ധമായ ഉം. നമ്മളിപ്പോ ഒരു നാട്ടിന്റെ ഒരു വിലയുണ്ടാവും അല്ലേ അതിന് അതിന് നടക്കുമ്പോ അല്ലേ? എന്താ നിങ്ങളെ പോയിന്റ് ഇന്നിപ്പോ എന്താ? നീ ചെറുപ്പത്തിൽ തന്നെ ഒരു 8-ാം വയസ്സിൽ മുതൽ തന്നെ എന്തെങ്കിലും നീ കുറ്റക്കെടും കാര്യങ്ങളും ചെയ്യുമ്പോ ആ, നിന്നെ ആള് റെസ്പെക്ട് ചെയ്യോ? അപ്പൊ അതിന് അല്ല ഞാൻ അല്ല, പറയുന്നേക്ക് എന്താ നിങ്ങളെ പോയിന്റ് എന്താ? അതിന്റെ പിന്നില് എന്താണ് ആ എന്താണ് 32 വയസ്സ് വരെ എന്താണ് ഞാൻ നിന്റെ പറഞ്ഞുതരാം. എന്റെ കൂടെ പഠിച്ച മാതാപിതാക്കള് ഒരു മിനിറ്റ് എങ്ങനെ എന്റെ കൂടെ വളർത്തിയത്? മദ്രസിൽ പഠിച്ച പറഞ്ഞുതരാം. എന്റെ കൂടെ മദ്രസിൽ പഠിച്ച ഉം. ഏ ആ. അതേ ഒരു കാര്യം ചെറുക്കന്മാര് ചെയ്യും, ഞാൻ ലിയാഖത്തിന്റെ പറയട്ടെ. കുട്ടി നമുക്ക് ഇപ്പൊ നിങ്ങൾ മദ്രസയിൽ ബഹളം പോവാലോ. ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ? നിങ്ങൾ ഇങ്ങനെ അല്ല ഞാൻ വെറുതെ എന്തെങ്കിലും പറയാ, നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ ഞാൻ ഒന്ന് പറയാൻ പറയട്ടെ, തുടങ്ങുമ്പോ നിങ്ങൾ ബഹളം ഉണ്ടാക്കുക. ഇത് നടക്കൂലല്ലോ. നിങ്ങൾ ഇന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്തല്ലേ? അല്ലല്ലല്ല അല്ലേ? അല്ല ഞാൻ തന്നെ പോണം, നിങ്ങൾ ആ, ഇത് അപ്പൊ കണ്ടിട്ടല്ലേ പറയണത് പോണത്. പതുക്കെ കേൾക്കാനുള്ള മനസ്സും കൂടി വേണം. അല്ലാതെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി പടപടാറിന്റെ കാര്യമില്ലല്ലോ. നിങ്ങൾ പറ. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്നാലും ആ ഞങ്ങൾ എന്താ പറയാൻ കംപ്ലീറ്റ് ഉദ്ദേശിച്ച ആക്കാൻ കാര്യം എന്താന്ന് പറഞ്ഞുതരാം. ആ ഒന്ന്, ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു മാത്രം എന്നുള്ളതാണ് എതിർക്കുന്നത്. ഈ ഒന്ന്. ആരിഫു നിങ്ങളെ രണ്ടാമത്തെ കൂട്ടുകാരൻ. ആ പറയട്ടെ ഞാനൊന്നേ. ആ ആ രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചത്, ഞാൻ പിന്നെ മുസ്ലിം ആയതുകൊണ്ട് ചെറുപ്പത്തില് കുരുത്തക്കേടൊന്നും കാണിക്കാൻ നല്ല കുട്ടിയായി അല്ല ജീവിക്കും ആ എന്നുള്ളതാണ് രണ്ടാമത്തെ 32 പോയിന്റ്. ഇയേഴ്സ് വരെ. ആ രണ്ടാമത്തെ ആ പോയിന്റ്. ഈ രണ്ട് പോയിന്റും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. അതിൽ ഒന്നാമത്തെ ആ ഭാഗം നമുക്ക് ആദ്യം തീർക്കാം. എന്തുകൊണ്ട് ഉം, ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു അല്ലേ? ആ ആ ഞാൻ ഇസ്ലാം മത വിമർശനം നടത്തുന്നത്, ഞാൻ ഇസ്ലാം മതത്തെ പഠിക്കുന്നത് മുസ്ലിം ആയിരുന്നുകൊണ്ടാണ്. ഞാൻ ഇസ്ലാമിൽ ഉം, നിന്ന് പുറത്തു പോകുന്നത് ദൈവവിശ്വാസി ആയിരുന്നുകൊണ്ടാണ്. ഉം, മനസ്സിലായോ? ഇങ്ങനെ ആ ഞാൻ പുറത്തു പോകുമ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ ജനിച്ചു വളർന്നതും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എന്നെ പോലെ ഒരുപാട് ആളുകൾ അകപ്പെട്ടു പോയതുമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം, ആ ചെറിയ പ്രായം തൊട്ട് വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികളെ തലയിൽ ഈ സാധനം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉം, കുത്തി നിറക്കുന്ന ഈ സാധനം ഉം, പഠിപ്പിക്കപ്പെടുന്നത് പോലത്തെ അത്ര പത്തരമാറ്റ്, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അത്ര പത്തരമാറ്റ് സാധനമല്ല എന്നും, അത് ഉം, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന മാനവികമായ ഒരു ചിന്താ പദ്ധതിക്ക് വിരുദ്ധമാണെന്നും, ഉം, ഒരാൾ മതം വിട്ട ഓനെ കൊല്ലണം എന്ന് വരെ പഠിപ്പിക്കുന്ന, അടിമത്തം വരെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ആ. പഴഞ്ചൻ കൊല്ലണോ? സാമാനാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ കാര്യം, ആ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഉം, എന്റെ എന്താ പറയാ, എന്റെ കൂടെ വിശ്വസിച്ച് നടക്കുന്ന മനുഷ്യന്മാരോടും എന്റെ ഉം, കൂടെ ഉണ്ടായിരുന്ന പഴയകാലത്തെ വിശ്വാസി സമൂഹത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെന്താ ഉം. കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ, അപ്പൊ ഒരു കുഴപ്പമില്ല. അങ്ങ- ഇനി അല്ല സ്പെസിഫിക് പറയുന്നേക്ക് ആയിട്ട് ഒരു സ്പെസിഫിക് റീസണും കൂടി പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എന്നെ പറയാൻ ഞാൻ വിടണേ, മുർത്തദ്ദാണ്. എന്നെ ഞാൻ പറയാൻ ഇസ്ലാമിന്റെ വിടണം. നിങ്ങൾ ഇസ്ലാമിന്റെ മാത്രം എന്നെ പറയട്ടെ പറയാൻ വിട്. സുഹൃത്തെ. ആ ഇനി ഒരു സ്പെസിഫിക് റീസണും കൂടി, എന്റെ വ്യക്തിപരമായ റീസണും കൂടി പറഞ്ഞുതരാം. ആ ഒരു മുർത്തദ് എന്ന് പറയുന്ന ഒരാള് ഉം. ഇന്ത്യ രാജ്യത്ത് ഏത് മനുഷ്യനും, ഇന്ന് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്നത്, ഏത് മനുഷ്യനും അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം അത് ഉണ്ടെന്നുള്ളതാണ്. എല്ലാരും പറയുന്ന പറയട്ടെ, ഞാനത് ഇന്ത്യ കംപ്ലീറ്റ് എന്ന് ചെയ്യട്ടെ പറയുന്നത് സുഹൃത്തെ. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജനാധിപത്യ രാജ്യം. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പൊ ലിയാഖത്തിന് ഞാനിതൊന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്തുവാ ഞാനിതൊന്ന് കംപ്ലീറ്റ് ആ ചെയ്യട്ടെ. ആ നിങ്ങൾ ആ വെറുതെ ബഹളം വെക്കല്ലേ. ആ ആ അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഞാൻ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആ ഞാൻ ഡോറ ഇപ്പൊ ഈ അടുത്ത് വിശ്വാസ സ്വാതന്ത്ര്യം നിങ്ങളവിടെ സ്വീകരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് പറയുന്ന പേര് മുർത്തദ് എന്നാണ്. ആ ഇസ്ലാമിന്റെ നിയമം, അതായത് ഏറ്റവും മഹത്തരമായതും ഏറ്റവും മികച്ചത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മതത്തിൽ ഒരാള് അയാളുടെ മതം മാറിയാൽ, അയാൾ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അയാളെ കൊല്ലണം എന്നാണ് നിയമം. ആര് പറയുന്നത്? അതാണ് ഇസ്ലാമിന്റെ നിയമം. അതൊക്കെ ഹദീസിലുള്ളതാണ്, അത് പറയുന്നത് ഫിഖഹിന്റെ നിയമത്തിലുള്ളതാണ്. നമ്മളെ നാട്ടിൽ പറയട്ടെ അല്ലാന്ന് അതൊക്കെ നടക്കുന്നുണ്ടോ? ഗ്രന്ഥത്തിലുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ അതല്ല ഗ്രന്ഥത്തിൽ അത് ഗ്രന്ഥത്തിലുണ്ടെന്ന് മാത്രമല്ല, നടക്കുന്നുണ്ടോ? പറഞ്ഞു കേട്ടോളി, നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കേട്ടോളി. കേൾപ്പിക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മളെ നാട്ടിൽ, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു ഭാഗത്ത് ആ ഇസ്ലാമികമായ പ്രബോധനത്തിനുള്ള അവകാശം ഉണ്ട് എന്ന് ഭരണഘടനയുടെ തണലിൽ നിന്ന് അവകാശപ്പെടുന്ന അതേ മുസ്ലിം സമൂഹം, അവര് കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസ പാഠപുസ്തകത്തിൽ ആ മുസ്ലിമായി ജീവിക്കുന്നതിൽ നിന്ന് ഒരാൾ മതം ഉപേക്ഷിച്ച് അവൻ മുർത്തദായി പോയാൽ അവനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിക നിയമം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ആര് പറയുന്നു? ആര് നിങ്ങൾക്ക് പറയുന്നു? മദ്രസ പുസ്തകത്തിന് വായിച്ചു തരട്ടെ? അല്ലാന്ന് മദ്രസ പുസ്തകം നിങ്ങൾക്ക് അല്ല, മദ്രസ പരിശോധിക്കാതെ പോയിട്ട് പുസ്തകത്തിന് വായിച്ചു തരട്ടെ? നിങ്ങളെ നമ്മളെ ആൾക്കാരും കൂടിയിട്ട് നാട്ടില്, ഞാൻ ചോദിക്കുന്നത്, എന്റെ നാട്ടില് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ മുസ്ലിം എന്ത് സമൂഹത്തിന് പറയുന്നത്? ആ ഭരണഘടന നൽകുന്ന അവകാശമല്ലേ മതം പ്രബോധനം ചെയ്യാനുള്ള അവകാശം?
മുസ്ലിങ്ങൾക്ക് മതം മാത്രമല്ല എല്ലാ മുസ്ലിം മനുഷ്യന്മാർക്കും അവരവരുടെ ആശയങ്ങൾ അതേ പ്രചരിപ്പിക്കാനും മതം ഈ ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള ഒരു അവകാശമുള്ള ഈ നാട്ടിലല്ലേ നിങ്ങൾ മതം ജീവിക്കുന്നത്. മതം പ്രചരിപ്പിച്ചിട്ട് ഇന്ന് വരെ ഒരാളെ ഇന്ന് അതിനെ വരെ കുറിച്ചൊക്കെ നമുക്ക് പറ്റ പറയാം. കേസ് നിങ്ങൾ അല്ലല്ല സ്പെസിഫിക് അല്ല നിങ്ങൾ അല്ല ഓടിപ്പോയി. ഒരു മിനിറ്റ്. നിങ്ങളിത് നിങ്ങൾ പറയേ ഇന്ത്യ നിങ്ങൾ രാജ്യത്ത് 15 മിനിറ്റായി രാജ്യത്തിന്റെ സംസാരിക്കുന്നത് ഭരണഘടന എന്നെ അനുസരിച്ചിട്ട് സംസാരിക്കാൻ വിടുന്നില്ല. ഇഷ്ടമുള്ള നിങ്ങൾ എത്ര പോയിന്റ് പറയില്ല, നിങ്ങള് വെറുതെ കാട് കയറി പോകാൻ സമ്മതിക്കൂല. ഇന്ത്യന്റെ നിങ്ങൾ ഈ ഭരണഘടന മുർത്തത്തിനെ കൊല്ലുന്ന മൊത്തമുണ്ട്, കാര്യത്തിൽ തീരുമാനം ഒരുപാടുണ്ട്. പറയണം ആദ്യം. പറയുന്നേക്ക് ഉം, ലിയാഖത്ത്, ഉം. ഇന്ത്യ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ചെറിയ ഇന്ത്യ ഭരണഘടന ഒന്ന് രണ്ട് ഒന്നുള്ളൂ. വാളിയൊന്നല്ല. അല്ല ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ആ, ഏഹ് ആ. അതുപോലത്തെ അത് ഒരു പേജോ 2 പേജോ ഒന്നല്ല. അല്ല, ഒരുപാട് അല്ല ആർട്ടിക്കിൾസ് ഉണ്ട്, ഒരുപാട് ആർട്ടിക്കൽസ് ഉണ്ട് ഉം, അല്ലേ? ഉം, അതുപോലെ നിങ്ങൾ പറയല്ല. ഉം. നിങ്ങൾക്ക് ഇപ്പൊ ടൈം വന്നു, എനക്കും പറയാൻ സമയം എന്താ. നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഇവിടെ മതപ്രചരണം ഇതെല്ലാം ഏറ്റവും കൂടുതൽ നടത്തുന്ന ആരാന്നറിയാം? ഈ ലോകത്ത്. അതൊന്നും നമ്മളിപ്പോ അല്ല ഇസ്ലാമിനെ ഞാൻ കുറിച്ച് സംസാരിക്കല്ലേ, അതിനെ അതിന്റെ കുറിച്ച് ഉത്തരം പറയേ കൊണ്ടാ സുഹൃത്തെ. അതിന്റെ ഉത്തരം ഏറ്റവും കൂടുതൽ ഈ പ്രചാരണം ഇതും നടത്തുന്നത് ഏത് മതക്കാരാന്ന് നിങ്ങൾ ഡെയിലി ഞാൻ വേണമെങ്കിൽ ഇന്നത്തെ ന്യൂസ് വരെ എടുത്തു തരാം. ഞാൻ ന്യൂസ് ചോദിച്ച എല്ലാം കാണുവാനാ. പോയിന്റ് അത് മുർത്തദ്ദിനെ പറ കൊല്ലണം എന്ന് അങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കുന്നതിനെ പിടിക്കുന്ന കുറിച്ചാണ് ഏത് നിങ്ങളോട് മതാന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റോ? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ക്രിസ്ത്യാനികൾ മതം പ്രചരിപ്പിക്കാൻ നടക്കേണ്ട മുസ്ലിങ്ങൾ നടക്കും. മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ എണ്ണത്തിൽ കൂടുതലാണ്. എന്ത് എവിടെ മുസ്ലിങ്ങൾ മതം പ്രചരിപ്പിക്കാൻ നടക്കുന്ന എവിടെയാണോ? ഞാൻ കണ്ണൂർക്കാരനാ. അല്ല, മുസ്ലിങ്ങൾ മതപ്രചാരണം ചെയ്യുന്നില്ല. കണ്ണൂര് ഇതന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ ഒരു പള്ളിയുണ്ട്, പഴയൊരു പള്ളിയുണ്ട്. അവിടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് ആ ടീം വന്ന് അവിടെ ഇരുന്ന് പോയി. എന്നിട്ട് എല്ലാരും പറഞ്ഞു ഇതുപോലെ ഈ അവിടെ പ്രസംഗിക്കുന്നത് ഇതാ. അവർ പരിശോധിക്കാൻ വന്നാ. അവർ അവിടെ ഇരുന്ന് കുത്തുമ്പ കേട്ട്. അപ്പൊ അവരെന്താ പറഞ്ഞതാ, ഇത് ഈ ദുനിയാവിലെ ഈ ലോകത്തെ കാര്യമൊന്നല്ല അവർ ഏതോ ലോകത്തെ ഒരു കാര്യമോ പറയുന്നു, പരലോകത്തെ കുറിച്ചാ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതിന് കേസെടുക്കാൻ പറ്റും. ഇങ്ങനെ പഠിപ്പിക്കുന്ന കേസെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം തരാണ്. നിങ്ങൾക്ക് ഈ ലിയാഖത്ത് ഇവിടെ എല്ലാത്തിനും ഓരോ ഇതുണ്ട്, നിയമമുണ്ട്. ഇപ്പൊ ഓക്കെ, ഈ മതപ്രചാരണം നടത്തുന്ന എന്നിട്ട് അവരെ പിടിക്കുന്നില്ലേ? അവരെ കൈകാര്യം ചെയ്യുന്നില്ലേ പോലീസ്? നമ്മൾ സംസാരിക്കുന്ന വിഷയം അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എതിർക്കുമ്പോ നിങ്ങൾ ലിയാഖത്ത് വല്ല പൊന്നാര ലിയാഖത്ത് ഞങ്ങളോട് പറയുന്നൊക്കെ പറയുന്നൊക്കെ നിങ്ങൾ ഈ ഇസ്ലാം മതത്തിന് തന്നെ എതിർക്കുമ്പോൾ തന്നെ 3 മതത്തിലും ഇതുപോലത്തെ കാര്യങ്ങളുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട്. നിങ്ങൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കിയാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് മതം ഏതാന്ന് ചോദിച്ചാൽ ഇപ്പൊ ചോദിച്ചാൽ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കിയാ ചോദിക്ക് നിങ്ങൾ ഏതാണ് പെയ്ഡ് വെർഷനോ മറ്റേ ഫ്രീ ഉണ്ട് അതിൽ ചോദിച്ചോ. അതും ഇതും എല്ലാം ഒരേ ഇതന്നെ പറയുന്നത്. ഏതാണ്? എല്ലാ മതത്തിലും വയലൻസ് ഉണ്ട്. എല്ലാത്തിലും വെറുതെ എന്താ സമയം കളയരുത്. അതായത് ഇന്ത്യ രാജ്യത്ത് ഇതിനൊക്കെ ഉള്ള അവകാശമുണ്ട്. ആളുകൾക്ക് അവനവൻ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാം, ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാന്ന് പ്രബോധനം ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്യാം, വയല് പറയാം. നിങ്ങൾ ബഹളം നിങ്ങൾ ഒരു പോയിന്റ് സംസാരിക്കുന്നില്ല. ഒന്നാമത്തെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അതിന് മറുപടി പറയാൻ സമയം തന്നു നിങ്ങൾ, പക്ഷെ അതിന് മാത്രം മറുപടി പറയുന്നില്ല. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ് ഞാന്. ഈ 3 മതത്തെയും ഈ മറ്റുള്ള 2 മതത്തിനെ ഒഴിവാക്കി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് അങ്ങനെ തെറ്റായി അല്ലേ? അതൊക്കെ തെറ്റല്ലേ? അല്ലേ? ഇസ്ലാമിൽ ഇപ്പൊ മനുഷ്യന്മാരുണ്ടാക്കിയ മതല്ലേ? ഏത് ഇസ്ലാം അല്ലാത്തൊക്കെ ഈ മറ്റേതാ മനുഷ്യന്മാരുണ്ടാക്കിയ ക്രിസ്ത്യാനിയും ഈ ക്രിസ്തു മതവും ഹിന്ദു മതമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ മതല്ലേ? മനുഷ്യന്മാരുണ്ടാക്കിയ മതം അല്ലേ? അപ്പൊ അറിയാലോ അല്ലേ? അതിലെ തെറ്റുകൾ പറയാലോ. അവര് ആര് പറയുന്നൊക്കെ ഒരു മനുഷ്യന്മാരല്ല. ഹിന്ദു മതം ഞാൻ പറയുന്നൊക്കെ ഈ പടച്ചോൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്, യഹോവ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തിന്റെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ വിചാരിക്കുന്ന പടച്ചോന് മക്കളുണ്ട് അറിയണ പോലാണ് ക്രിസ്ത്യാനികൾ അല്ലേ? ആര് പടച്ചോന് മകനുണ്ട് അതന്നെ നിങ്ങൾ ഓല വിശ്വാസം തെറ്റാണ്. നമുക്കും അറിയാലോ. അത് അല്ലേ? എല്ലാവർക്കും അറിയോ? അത് തെറ്റല്ലേ?
നിങ്ങൾ ഈ എപ്പിസോഡായിട്ട് ഇറക്കുന്ന, നിങ്ങൾ യൂട്യൂബിൽ ഇറക്കുന്ന പറയുന്നേക്ക് പറയുന്നേക്ക് അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ ചോദിക്കുന്നത് എന്താ പറയാ, ഇന്ന് വരെ നിങ്ങൾ ഹിന്ദു മതം, ക്രിസ്തു മതം, ഇതൊക്കെ അത് സംസാരിക്കാൻ വിളിക്കണവരോട് ഞാൻ അത് പറയാൻ വിളിക്കണവരോട് ഞാൻ സംസാരിക്കലുണ്ട്, അതിന്റെ ചാനലിലുണ്ട്. അതവിടക്കട്ടെ. നിങ്ങളിപ്പോ ഇസ്ലാം മത വിശ്വാസിയല്ലേ, മുസ്ലിം അല്ലേ? ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിനെ കൂടുതലായിട്ട് വിമർശിക്കുന്നു? നിങ്ങൾ ആയിക്കോട്ടെ, ഞാൻ ഇസ്ലാം മതത്തിനെ കൂടുതലായിട്ട് വിമർശിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് വെറുതെ ഒരു കാര്യം, ഒരു വിഷയം സംസാരിക്കാനാണെങ്കിൽ വെറുതെ ബഹളം വെക്കാനാണ് എനിക്ക് സമയമില്ല. സോറി, ഞാൻ പറയുന്നൊക്കെ അല്ല, നിങ്ങൾ പറഞ്ഞത് മാത്രം കേട്ടിരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഒരു പോയിന്റ് പറയാം. നമ്മൾ പറഞ്ഞ പോയിന്റ് ഒരു വയസ്സ് മുതൽ ഞാൻ 32 വയസ്സ് വരെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ നമ്മൾ ഒരു പോയിന്റ് സംസാരിച്ചാൽ അത് അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഞാൻ എന്റെ മതം ഉപേക്ഷിച്ചാല് ഞാൻ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? എങ്ങനെ? മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അയാളെ കൊല്ലണം എന്ന മതനിയമം നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശരിയോ തെറ്റോ? തെറ്റ്. അത് പഠിപ്പിക്കണോ? തെറ്റാണ്. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവിടെ നിയമമുണ്ട്. എന്താ അന്വേഷിക്കാനുള്ളത്? ഇവിടെ ഞാൻ പറഞ്ഞിട്ടാ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനിപ്പോ ഒരു പുസ്തകം പറഞ്ഞുതരാം. ഏത് പുസ്തകം? പറയട്ടെ, നിങ്ങൾ അങ്ങനെ സമസ്തനെ പൂർണ്ണമായിട്ട് തള്ളല്ലേ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പറഞ്ഞ ഇവിടുത്തെ സുന്നികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ പരമ്പരാഗത മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ മതവിദ്യാഭ്യാസ സ്ഥാപനല്ലേ? അങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ ഒരു സമസ്തയുടെ എല്ലാ സമസ്തയിലും ഉണ്ട്. ഞാൻ പറയുന്നേട്ടാ, ഞാൻ ഇതൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സുഹൃത്തെ. കിതാബുൽ ഫിഖ്, 12ാം ക്ലാസ്സിലെ കിതാബുൽ ഫിഖില് 18ാമത്തെ പാഠം മാ യജിബു അലൽ മുർത്തദ്ദി എന്നാണ്. 17ാമത്തെ പാഠം വന്നിട്ട് റിദ്ദത്ത് എന്നാണ്. എന്താണ് റിദ്ദത്ത്, ആരാണ് മുർത്തദ്, എങ്ങനെ ഒരാൾ മുർത്തദാവും എന്നൊക്കെ വിശദീകരിക്കണം. എന്നിട്ട് ഈ പറയുന്ന മാ യജിബു അലൽ മുർത്തദി എന്നുള്ള പാഠത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇയാളെ കൊല്ലണം എന്നാണ്. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ ഇസ്ലാമിക രാജ്യമല്ലല്ലോ. പിന്നെ ഇസ്ലാമിക രാജ്യമല്ലോ ഇത്. ഇസ്ലാമിക രാജ്യമല്ല, പക്ഷെ ഇസ്ലാമിന്റെ നിയമം അതല്ലേ ഞാൻ പറയുന്നുണ്ട്. ഇസ്ലാമിക രാജ്യമാണോ? അല്ല, ഇസ്ലാമിക രാജ്യമല്ല. ഇത് ഇസ്ലാമിക രാജ്യം അല്ലാത്തത് ഇസ്ലാമിന്റെ പോരിശോണ്ടൊന്നും അല്ലല്ലോ. ഞാൻ പറയുന്നത് ഇസ്ലാമിക രാജ്യമല്ലല്ലോ. ഇസ്ലാമിക രാജ്യമല്ല, ഇസ്ലാമിന്റെ പോരിശോണ്ടല്ലോ. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. ആ മതത്തിൽ ജനിച്ചു വളർന്ന് മതദൃഷ്ട്യാ കൊല്ലപ്പെടേണ്ടവൻ എന്ന് ഇപ്പോഴും മാത്രം വിമർശിക്കാൻ ഇതിലടിക്ക്. ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടെന്നല്ലോ മുസ്ലിങ്ങൾ. അതിനൊന്നും ഞാൻ ഞാൻ പറയുന്ന കേൾക്ക്, എത്ര കോടി ജനങ്ങളുണ്ട്. അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ ലിയാഖത്തിനെ ഗൾഫിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, നിങ്ങൾ ഈ മദ്രസത്തെ പുസ്തകത്തിനെ ഒരു 3 മാസം നിന്നിട്ട് അങ്ങനെ അന്തംകുത്ത ഇവിടെ ഞാൻ പറഞ്ഞ അത് ഇതിപ്പോ ഇത് എല്ലാത്തിനും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേസ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ തന്നെ ഈ ഇതിൽ ഇസ്ലാമിൽ തന്നെ കുറെ വിഭാഗങ്ങളില്ലേ ഇല്ലേ? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലല്ലേ? നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് നോക്കിയാ എല്ലാ മദ്രസയിലും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആ സമസ്തന്റെ നിങ്ങൾ പറയുന്നത് ഒരു മിനിറ്റ് നിങ്ങൾ പറയട്ടെ. ഇത് സമസ്തയുടെ മദ്രസയില് ഈ പാഠപുസ്തകം എഴുതിയാൽ തൊള്ളേ തോന്നിയ പോലെ എഴുതി വെച്ചതാണോ? ഹദീസ് അല്ലേ? ഈ ഹദീസും ഖുർആനും അങ്ങനെ നിങ്ങൾ രണ്ടല്ലേ? ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് എന്ന് പറഞ്ഞാല് നബിന്റെ ചര്യ. നബിന്റെ ചര്യ
അത് പറഞ്ഞാല് നിങ്ങൾ എന്ത് പറയുമ്പോ പറയാം ഖുർആാനുണ്ട് പൊതുവേ വിവരമില്ലാത്ത മുസ്ലിങ്ങള് പറയുന്നത് എന്ത് പറയുമോ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങള് എന്ത് പറയുമ്പോ അങ്ങനല്ല, ഹദീസ് അംഗീകരിക്കുന്ന ആളാണോ അല്ലേ? അംഗീകരിക്കുന്ന ആളാണ്. പിന്നെ ഹദീസിലുള്ളതിനെ പിന്നെ അല്ലല്ല, ഈ ഹദീസിൽ എന്ത് പറയുമ്പോ ഹദീസിൽ ഒരു കുന്തോ ഇല്ലാന്ന് നമ്മൾ 2 ദിവസം മുമ്പ് ഫൈസൽ മൗലവിന്റെ ഏത് കുന്തോ ചെയ്തു. ഖുറാനില് നിങ്ങളായിട്ട് ആരെങ്കിലും നല്ല വലിയ വലിയ ആൾക്കാർ ആയിട്ട് ഇന്ന് വരെ പോയിട്ടില്ല. ഒരിക്കൽ ജബ്ബാർ പോയിട്ട് ഈ ആരിഫിന്റെ അടുത്തേക്കും ഇത് ഇപ്പൊ ആരിഫിനെ നല്ല വരൂല. നിങ്ങളെ വെട്ട് ശിശുക്കള് മാത്രമേ വരൂ. ഇപ്പൊ എം അക്ബറിനോ ഈ മറ്റേ ജാക്കിർ നായിക്ക് നിങ്ങളെടുത്ത് വരേണ്ട ആവശ്യമില്ല. അവരെ നിങ്ങളെക്കാളും ഏറ്റവും വലിയ ടീമായിട്ടാണ് അല്ലെ പറയുന്നൊക്കെ നിങ്ങളെ തീരുമാനം. ഞാൻ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇസ്ലാമിനെ മാത്രം എന്താ ടാർഗറ്റ് ചെയ്യുന്ന നിങ്ങൾ ഈ ആരിഫ് ഹുസൈൻ പറഞ്ഞു ഒരേ തന്നെയാണ്. ഞാൻ ആരിഫിന്റെ നമ്പർ കൊണ്ടാ ഞാൻ ആരോടും ചോദിക്കുന്നത്. ഞാൻ സത്യം പറയാ, നിങ്ങൾക്ക് അവിടെ ഇടയ്ക്ക് ഞാൻ പറയുന്നൊക്കെ ഞാൻ ഹിന്ദു മതത്തിനെയും ക്രിസ്ത്യൻ മതത്തെ എല്ലാരും ബഹുമാനിക്കുന്നേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ പറയുന്ന അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ലിയാഖത്തിനോട് ചോദിക്കട്ടെ. ഞാൻ ലിയാഖത്ത് പറയും പോലെ കേൾക്കാം. ഞാൻ നിങ്ങളിലേക്ക് ഇതേപോലെ വൈക്ക് പോണം. നിങ്ങൾ ഇതിലേക്ക് വന്നാൽ എന്തെങ്കിലും നിങ്ങളെ ഇത് വെറും വയലൻസ്, നിങ്ങളെ ഇത് ഫുള്ള് കിടക്കുന്ന സെക്സ്, നിങ്ങളെ ഈ നിരീശ്വരവാദികളെ ഞാൻ പറയുന്നത് നിങ്ങളെ ഈ നിരീശ്വരവാദിയിൽ കിടക്കുന്ന സെക്സും വയലൻസും അതൊക്കെ നമുക്ക് പോവാം. അറിയുള്ളൂ. ധാർമ്മികത, സെക്സ്, നിങ്ങളെ ഇതേ ഉള്ളൂ എന്നാ അതാണ് അതാണ് ഇപ്പൊ ഇസ്ലാമിൽ അത് മാത്രമേ ഇസ്ലാമിലെ ചിന്തയിലും സംസാരത്തിലും ഖുർആനിലും ഹദീസിലും ദുനിയാവിലും ആഖിറത്തിലും ഈ സാധനവും ഈ ചിന്ത മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് വേറെ പോവാം. നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ഈ ജീവിതം എന്നോട് പറയണ്ട. നമുക്ക് സദാചാരം, നിങ്ങൾക്ക് ലൈംഗിക സദാചാരം പറയുന്നൊക്കെ മുഹമ്മദ് നബിയുടെ ലൈംഗിക സദാചാരം ലൈംഗിക സദാചാരം ഒരു താരതമ്യ പഠനത്തിൽ നിങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. 6-ം നൂറ്റാണ്ട് മുഹമ്മദ് നബി ആയിഷ ബീബിന്റെ 6 അതിലേക്കൊക്കെ നമുക്ക് പോവാം. ആയിഷ നിങ്ങളാണ് ഈ ആവശ്യമില്ലാത്തടത്തേക്ക് വെറുതെ അവർക്കൊന്നും പോണ്ട. ഇപ്പൊ നിങ്ങൾ അവർക്കൊന്നും പോണ്ട. അതാണ് നിങ്ങൾക്ക് നബിക്കും നല്ലത്. അത് നിങ്ങൾക്ക് നബിക്കും ഇങ്ങൾക്കും നല്ലത്. അത് നമുക്ക് പോണോ? മുഹമ്മദ് നബിന്റെ കല്യാണങ്ങളും ഇസ്ലാമിന്റെ ഒരു മിനിറ്റ് നടക്കൂല. പരിപാടി നടക്കൂല. പറഞ്ഞുതരാം എന്തുകൊണ്ടാ പറഞ്ഞുതരാം. ലൈംഗിക സദാചാരം, മുഹമ്മദ് നബിയുടെ ധാർമ്മികത. ഞാൻ പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതല്ലേ. നിങ്ങൾ ഈ പറയുന്ന ലൈംഗിക ധാർമ്മികത, സദാചാരം, കുത്തഴിഞ്ഞ ജീവിതം, മുഹമ്മദ് നബിന്റെ ജീവിതം, എന്റെ ജീവിതം ഒക്കെ വെച്ചിട്ട് നമുക്കത് പരിശോധിക്കണോ? നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടോ? നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വെറുതെ ആയിഷ കല്യാണം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ നിൽക്കി. അതായത് ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു മനുഷ്യൻ അയാളുടെ ബോധ്യത്തിനനുസരിച്ച് അയാളുടെ വിശ്വാസം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയണം എന്ന് പഠിപ്പിക്കുന്ന കിരാതമായ മതമാണ് എന്നാണ് എന്റെ ആക്ഷേപം. അത് നമ്മളെ കുട്ടികളെ വരെ പഠിപ്പിക്കുന്നു. അതിൽ നിങ്ങൾ നിലപാട് പറയും. ഏതോ സമസ്തന്റെ ഏതോ ഒരു ബുക്ക് എടുത്തിട്ട് 2, 3, 4 നോക്കും. നിങ്ങൾ ഏതൊക്കെ അംഗീകരിക്കും? ഈ ലോകത്ത് ഹദീസ് അംഗീകരിക്കുമോ? ഹദീസ് അംഗീകരിക്കുമോ? ഞാനത് ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ ഇല്ലേ? നിങ്ങളെ കോഴിക്കോട് സാധനം ഈ സാധനം നിങ്ങൾ ഈ പറയുന്ന ഈ സമസ്തന്റെ സാധനം എന്ത് സാധനം? ഈ സമസ്തയിൽ മാത്രമല്ലോ നിങ്ങൾ ഇത് കണ്ടെന്ന് പറയുന്നത്. അല്ലല്ലോ, അതല്ല നിങ്ങൾ സമ്മതിക്കാത്തോണ്ടല്ലേ നിങ്ങളെ ഞാൻ സമസ്തനെ അംഗീകരിക്കുന്ന ആളല്ല. ഞാൻ APO സമസ്തയോ ഒന്നല്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വന്നാല് ഹദീസിൽ ഇപ്പൊ APക്ക് സുന്നി മുജാഹിദ് ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ ഹദീസില്? ഹദീസ് എന്ന് പറഞ്ഞാല് എല്ലാം ഓരോരാളെ ഇപ്പൊ ഷാഫി ഇമാം ഇങ്ങനെ ഒരു 4 ഇമാം മാറുണ്ട്. ഈ ഇമാമിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തില് ഞാൻ ചോദിക്കട്ടെ, സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളായിട്ടുള്ള സിഹാഹു സിത്ത അത് കേട്ടുക്കണോ നിങ്ങള്?
ഇല്ല, ഒന്നും കേട്ടിട്ടില്ല. കേട്ടുക്കണോ? ഇല്ല. ഇല്ല. ഏതൊക്കെ നിങ്ങൾ ഹദീസ് ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളാണ്? ഒരു വാർത്ത മിനിറ്റ് ഞാൻ ഈ ഒന്ന് ചോദിക്കട്ടെ. ഞാൻ ഈ നമ്മളിത് തീരുമാനാക്ക സുഹൃത്തെ. അല്ലല്ലല്ല, ഈ ഇസ്ലാം എന്ന് ലിയാഖത്തിന് പറയുന്ന മതം ഖുർആന് ഇസ്ലാം എന്ന് ഫുള്ള് പറയുന്ന മതം മാനവിക നിങ്ങൾക്ക് വിരുദ്ധമാണ്, ഫുള്ള് പഠിച്ചിട്ടുണ്ടോ? ജനാധിപത്യ വിരുദ്ധമാണ്, അത് മതസഹിഷ്ണുത ഇല്ലാത്ത മതമാണ്. അതുകൊണ്ട് അത് വിമർശിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് നമ്മൾ വിമർശിച്ചോണ്ടേയിരിക്കണം. ഓക്കെ, വിമർശിച്ചോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ കൊല്ലം കഴിഞ്ഞ് അപ്പൊ ലിയാഖത്ത് ഇങ്ങനെ പ്രായമായി, ഒരു 60 ഒരു 50 ആകുമ്പോ ലിയാഖത്ത് അങ്ങ് പോകും. അല്ലേ? 60-ലാണ് 70-ലാണ് അറിയില്ല. എന്നിട്ട് അല്ല പറയുന്നേക്ക്, നിങ്ങളെ തട്ടൂല, നിങ്ങളെ ദൈവം കൊണ്ടുപോകും ആ സമയമാകുമ്പോ. പക്ഷെ നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തിനാന്നറിയാ? നിങ്ങളിവിടെ വേണം. എന്തിന്? പക്ഷെ നിങ്ങളിവിടെ ആശിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ നോമ്പെടുത്തിട്ട് നമ്മളെന്തിനാണ് ഈ കാടും പടലും തല്ലാൻ പോണേ? നമ്മളൊരു വിഷയത്തിൽ ഒരാളുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നിയമം ഒരാളുടെ ഒരു മിനിറ്റ് പറ്റൂല. നിങ്ങൾ ലിയാഖത്ത്, മരണം, പ്രായം എന്നൊക്കെ പറഞ്ഞ ബേജാറാവുന്ന ആളെ അല്ല ഞാൻ. ഒന്നാമത്തെ നിങ്ങൾ വേറെ ഇപ്പൊ സംഖ്യ, പൈസ, വരുമാനം ഇതൊന്നും അറിഞ്ഞു ഞെട്ടൂല. എന്റെ പോയിന്റ് ഞാൻ പറയുന്നത് ആശയങ്ങളിൽ വ്യക്തമായിട്ട് കാര്യം പറയുന്ന ആളാണ്, വ്യക്തമായ ആശയങ്ങൾ പറയുന്ന ആളാണ്. നിങ്ങൾ കേട്ടോളി. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഒരു നാട്ടിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഒരു പ്രത്യേക മതത്തിൽ നിന്ന് മാറിയാൽ അയാളെ കൊല്ലണം എന്ന ഒരു നിയമം ഇന്നത്തെ കാലത്ത് ലോകത്ത് മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റൂല്ലേ? എത്രാമത്തെ വയസ്സിലാണ് തോന്നിയത്? എത്രാമത്തെ വയസ്സ് തോന്നിയാലും നിങ്ങൾക്ക് ഇപ്പൊ ഒരാളുടെ വിശ്വാസം ഉപേക്ഷിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങൾ പോയിന്റിൽ പറയും. വെറുതെ തർക്കിക്കാൻ സമയമില്ല സുഹൃത്തെ. നിങ്ങൾക്ക് വെറുതെ തർക്കിക്കാനാണ് ആവശ്യമെങ്കിൽ എനിക്ക് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തിൽ എന്റെ ഒരു തെറ്റിദ്ധാരണ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുടെ മാറണം. വെറുതെ വേണം വെച്ചിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ സംസാരിക്കൂ. ഇന്ന് നമ്മൾ മുർത്തദിന്റെ വാദമാണ് നമ്മളെ വിഷയം. നിങ്ങൾക്ക് വേറെ വിഷയം സംസാരിക്കണം, നിങ്ങൾ പറഞ്ഞോളി. നമുക്ക് അങ്ങനെയാണ് ഈ സൗദി അറേബ്യയിലും ഈ എല്ലാ അറബി കൺട്രിയിലും എല്ലാ ഞാൻ മുസ്ലിങ്ങൾ ചെയ്യുന്നതല്ല. നിങ്ങൾ പയച്ചു പോയത് അവിടെയാണ്. അല്ലല്ല, മുർദ്ദത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഇസ്ലാം പറഞ്ഞാൽ ഇപ്പൊ ലിയാഖത്തിന് എല്ലാം കൊല്ലാൻ നടക്കുന്നുണ്ടാ? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എന്താ പറയാ, ഞാൻ ചോദിക്കുന്നത് സുഹൃത്തെ നിങ്ങളെ കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ കാര്യമോ കുഞ്ഞാമാജിന്റെ കാര്യമൊന്നുമല്ല. ഞാൻ ചോദിച്ചത് ഇസ്ലാമിന്റെ കാര്യം. ഇസ്ലാമിന്റെ ഈ ലോകത്തില് ഞാൻ പറയില്ലേ, അത് മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദികള് അധ്വാനിക്കുന്നില്ലേ? നിങ്ങൾ ഈ വിഷയം അല്ല പറയുന്നത് നിങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് അല്ലല്ല, ഒറ്റ കാര്യം പറയാം. എന്റെ ചോദ്യം ഇതാണ്, ഈ ലോകത്ത് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അങ്ങനെ പറ്റൂലാത്തോണ്ടാ ഒരു കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് നമ്മൾ അടുത്തിൽ പോകും, അല്ലാതെ പോകാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് നിങ്ങളെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് അയാൾക്ക് ബോധ്യമുള്ള വിശ്വാസത്തിൽ, അത് മതമായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും, അതിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശം വേണോ? വേണം. അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ ഇല്ലേ? ഇതാണ് എന്റെ ചോദ്യം. ഇസ്ലാം അതല്ലേ ഞാൻ പറഞ്ഞത്, ഇത് ഇസ്ലാമിക രാജ്യമല്ലല്ലോ. സുഹൃത്തെ, ഇസ്ലാമിക രാജ്യമാണോ അല്ലെന്നല്ല, ഇസ്ലാം പ്രത്യയശാസ്ത്രത്തിൽ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അത് നിങ്ങള് മറ്റ് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ നിങ്ങൾ ഇതാരാ പറഞ്ഞത്? അതാണ് നിങ്ങളെ ചോദ്യം. ഇതാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതന്നെ. ഫൈലം യഅ്ദു ഫയഖ്തുലൂഹുൽ ഹാകിമു ബിളർബിർ റഖബതി ലാ ബിഗൈരിൻ ബിലാ ഇംഹാലിൻ. എന്തുകൊണ്ടാ? അതിന്റെ തെളിവ് തട്ടെ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹു, ബുഖാരി. ഈ പുസ്തകത്തിൽ തന്നെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആര് പറഞ്ഞതെന്ന് വെച്ചാൽ, മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹു എന്ന് എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയുക എന്ന്
മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാമ് തല വെട്ടി പക്ഷെ കൊല്ലണം. ഞാൻ പഠിച്ചിട്ടില്ല കേട്ടാ. നിങ്ങൾ പഠിച്ചോ ഇല്ല എന്നുള്ള ഇതിന്റെ പ്രശ്നമല്ലോ. ഞാന് 10 വരെ ഓതിയത്. ഞാൻ ദർസിൽ പോയതാ. ഞാൻ അതാ ഞാൻ പഠിച്ചിട്ടില്ല. പറഞ്ഞത്. നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കി. നിങ്ങൾ സമാധാനം. അല്ലല്ല, ഞാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. പറഞ്ഞു. ഞാൻ ഒരു പോയിന്റ് ആ, പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ആരാ പറഞ്ഞ? നിങ്ങൾ ഇത് നിഷേധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഹദീസില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്നില്ല. ഇങ്ങനെ ഒരു എന്താ ഹദീസ് ഇല്ലാന്ന് ചെയ്യാൻ? നിങ്ങൾക്ക് പറയാൻ ധൈര്യം? ഇതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ യഹൂദന്മാർ വരെ ഖുർആൻ വരെ ഞാൻ ഇറക്കിയ ടീമാ. ചോദിക്കുന്നത് ഈ ഇങ്ങനെ ഒരു ലോകത്ത് ഹദീസ് ഇല്ല എന്ന്. റോങ് ആയിട്ട് ഒരു മിനിറ്റ്. ഈ ഹദീസ് സഹീഹ് ബുഖാരിയിൽ നിങ്ങളെ ഉണ്ടോ ഇല്ലേ മൊബൈലിൽ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കണോ? ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ജെമിനി മനസ്സിലായില്ല. ജെമിനി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ആപ്പ് ഉണ്ട്. അതിന് അതൊന്ന് ഡൗൺലോഡ് ചെയ്യും. എന്റെ ജെമിനിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈമാനും കൊണ്ട് നിങ്ങൾ ഓടും. ആര് പറയാം? നിങ്ങളെ ഈമാനും കൊണ്ട് ഓടുക. നിങ്ങൾ ഈ ചാറ്റ് നിങ്ങൾക്ക് ജിപിടി ആരിഫ് അത് ഇതൊന്നും പറയണ്ട. ഞാൻ ചോദിച്ചത് ജെമിനിനെ കുറിച്ചല്ല, സഹീഹ് ബുഖാരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സഹീഹ് ബുഖാരിയിൽ പറഞ്ഞ ഒരു ഹദീസിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇങ്ങനെ കുറച്ച് മാത്രം ഇങ്ങനെ പഠിച്ച് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഈ 6-ാം നൂറ്റാണ്ട് നിങ്ങൾ ഒരു റെഫറൻസ് നമ്പർ എഴുതി വെച്ചോളി. അതൊന്നും വേണ്ട. സഹീഹുൽ ബുഖാരിയിലെ ഇപ്പൊ sunna.com ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പരിശോധിക്കാം. സഹീഹുൽ ബുഖാരിയിലെ 70-51 ഹദീസില് നിങ്ങൾ ഒന്ന് ആരിഫിനെ പറയാലോ എന്ന് പറഞ്ഞാൽ ആളോട് ചോദിക്കണം. ആക്കെ നിങ്ങൾ അവിടെ വിളിച്ച് ചോദിച്ചോളൂ. ഈ ലോകത്ത് ഈ സഹീഹുൽ ബുഖാരിയില് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കിയ സുഹൃത്തെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ വായിക്കും. നിങ്ങൾ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹദീസ് റെഫറൻസുകൾ പറയാം. നിങ്ങൾ ഈ ഹദീസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ ലോകത്ത് എത്ര നിങ്ങൾ അതും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഉണ്ടോ ഇല്ല മൈക്കൽ എച്ച് ഹാർട്ടിന് അറിയാം? എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞ ഇതൊക്കെ നമുക്ക് വേറെ വേറെ സംസാരിക്കാം. ഒരു കാര്യം തീരുമാനാക്കിയിട്ട് വേറെ. മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ പുസ്തകത്തിൽ 1-ാം നമ്പർ മുഹമ്മദ് ആണെങ്കിൽ 17-ാം നമ്പർ ആരാ അറിയോ നിങ്ങൾക്ക്? ആരാണ്? ആ ലിസ്റ്റില് ഹിറ്റ്ലർ ഒക്കെ ഉണ്ട്. ഹിറ്റ്ലർ ഒക്കെ ഉള്ള ലിസ്റ്റിൽ 1-ാമത്തെ ആളാണ് മുഹമ്മദ് നബി. അല്ലല്ല ഹിറ്റ്ലർ ഒക്കെ ഉള്ള ലിസ്റ്റില് അല്ല, ഹിറ്റ്ലർ ഒക്കെ ഉള്ള ലിസ്റ്റിലത്തെ 1-ാം നമ്പറുകാരനാണ് മുഹമ്മദ് നബി എന്നാണ് എഴുതിക്കണേ. അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, അങ്ങനെ നിങ്ങൾക്കറിയോ? ആ ലിസ്റ്റിൽ ഹിറ്റ്ലർ ഉണ്ട്, നിങ്ങൾക്കറിയോ? ഹിറ്റ്ലർ ഉണ്ടാവും. അപ്പൊ ഹിറ്റ്ലർ ഒക്കെ ഉള്ള ലിസ്റ്റിൽ 1-ാം നമ്പറുകാരനാണ് മുഹമ്മദ് നബി എന്നാണ് നിങ്ങൾ പറയണത്. അപ്പൊ അതിന് മഹാത്മാഗാന്ധി ഉണ്ട്. ആയിക്കോട്ടെ. അതിന് അതുപോലെ എന്താ മനസ്സിലാക്കേണ്ടത്? അവരെല്ലാം ഈ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാത്തരം ആൾക്കാരുണ്ട്. അത് ലോകത്തെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. സ്വാധീനിക്കാന്ന് പറഞ്ഞാല് അത് നല്ല രീതിയിലും ആവാം, മോശം രീതിയിലും ആവാം. അതുകൊണ്ടാണ് ഹിറ്റ്ലറൊക്കെ അതിനകത്ത് വരുന്നത്. മനസ്സിലായോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഞാൻ ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം മുർത്തദിനെ കൊല്ലണം എന്ന മതനിയമം, അത് ഈ മതം മാനവിക വിരുദ്ധമാണ് എന്നതിന്റെ തെളിവാണ്. അത് ബുഖാരിയിലുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഹദീസ് നമ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇപ്പോഴല്ല, പിന്നീട് എപ്പോഴേലും പരിശോധിക്കാനോ, ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കാനോ വേണ്ടി കുറച്ചധികം ഹദീസ് റെഫറൻസുകൾ പറയാം. ഇതിപ്പോ ഞാൻ പറഞ്ഞെ, പ്രസ്സിൽ പോയാൽ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് വരുന്ന ബുക്കുകളുണ്ട്. അതിപ്പോ സുഹൃത്തെ, ഞാൻ പറഞ്ഞത് സഹീഹുൽ ബുഖാരി. ഞാൻ ഹദീസ് sunna.com സൗദി അറേബ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഹദീസ് ഓൺലൈൻ സംവിധാനമാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇനി എന്റെ അടുത്താണെങ്കിൽ സൗദി അറേബ്യയിൽ തന്നെ പിന്നെ ദാറുൽ ഇസ്ലാമിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ബുഖാരിന്റെ ഹാർഡ് കോപ്പി പുസ്തകം 9 വോള്യത്തിലായിട്ടുണ്ട്. 9-10 വോള്യത്തിലുണ്ട്. അതിലൊക്കെ ഇതുണ്ട്. എന്നിട്ട് കൊല്ലുന്നുണ്ടാ? ഈ പുസ്തകത്തിലുണ്ട് എന്നാ പറഞ്ഞത്. കൊല്ലുന്നുണ്ട്. മതം ഉപേക്ഷിക്കുന്നവർക്ക് വധശിക്ഷ ലഭിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്നും ഉണ്ടെന്നേ. അത് നിങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ അത് മാത്രാണ്. അതെ, വയലൻസും സെക്സും മാത്രാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഇതിവൃത്തം, ഇസ്ലാമിന്റെ തുടക്കം. നിങ്ങള് ചാറ്റ് GPT അത് ഇതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിൽ അതാണ്. നിങ്ങൾക്ക് അതില് വയലൻസും സെക്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിലെ നിയമം നമ്മുടെ നാട്ടിലെ ആധുനിക മനുഷ്യന്മാരുടെ നിയമം നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ താല്പര്യം? ഈ മറ്റേ ജെമിനി ഇതൊന്നും അല്ലാത്ത സാധനം ഒന്ന് പുതിയ വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നിങ്ങളിന്റെ അധികം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കാര്യമായ ധാരണ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറയുന്ന മതം
ഇതുപോലെ ഒരു മനുഷ്യന് സ്വതന്ത്രമായിട്ട് അവന്റെ വിശ്വാസം തെരഞ്ഞെടുക്കാൻ പോലും അവകാശം നൽകാത്ത മനുഷ്യത്വഹീനമായ മതമാണിത്. അപ്പൊ ഈ അതിൽ 32 ഒന്നാമത്തെ വയസ്സ് വരെ തെളിവാണ് ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അയാളെ കൊല്ലണം എന്ന് ഈ പറയുന്നത്. 32 വയസ്സ് വരെ അല്ല ഇപ്പൊ ലിയാഖത്തിനെ കൊന്നോ? അതിന് ഇത് നിങ്ങൾ തന്നെ പറഞ്ഞത് ഇസ്ലാമിക രാജ്യമല്ല. അല്ല ഇത് ഇസ്ലാമിക രാജ്യമാണോ? അല്ല ലിയാഖത്തിന് അല്ല ഇത് ഇസ്ലാമിക രാജ്യമാണ്. അല്ല ഞാൻ അല്ല ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര ഉണ്ടാവും എന്റെ സംസാരം കേട്ടത്? എനിക്കറിയില്ല. ഇനി അത് വയസ്സ് എത്ര പോട്ടെ. നിങ്ങൾ എത്ര തവണ വണ്ടിക്ക് ലോൺ എടുത്തിട്ടുണ്ട്? ഞാൻ ഇന്ന് വരെ എടുത്തില്ല. ഗോൾഡ് എത്ര വെച്ചിട്ടുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു രൂപയുടെ ലോൺ എടുത്തിട്ടില്ല? ഇല്ല, അതിന്റെ ആവശ്യമില്ല. പലിശ കൊടുത്തിട്ടില്ല? ഇല്ല. ബാങ്ക് ഇടപാട് നടത്തിയിട്ടില്ല? ഇല്ല. നിങ്ങൾ ഹജ്ജിന് പോയിക്കണോ? പറയുന്നൊക്കെ നിങ്ങൾ ഹജ്ജിന് പോയിക്കണോ? ഇല്ല പോണം. നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല? നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിക്കണോ? ഈ ലോകത്തില് നിങ്ങളെല്ലാം ഞാൻ പറയുന്നൊക്കെ ഞാൻ പറഞ്ഞറിയോ, ഒരാള് ചെറിയ പിള്ളേരോട് ചോദിക്കും പോലെ ലോൺ എടുത്തോ ഇതെടുത്തോ, എന്തിനാ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവന്റെ പേര് ചിലപ്പോ മുഹമ്മദ് തന്നെ ആയിരിക്കും. അപ്പൊ അവന്റെ അവസ്ഥയിൽ ചിലപ്പോ എടുത്തിട്ടുണ്ടാവും. അതേപോലെ അവസ്ഥയിൽ എന്നെ കൊല്ലുന്നില്ല, അത്രേ ഉള്ളൂ. അവസ്ഥയിൽ എന്നെ കൊല്ലുന്നില്ല, അവസ്ഥയിലല്ല കൊല്ല. ഞാൻ പറഞ്ഞുതരാം. സൂറത്തുൽ മാഇദയിൽ പറയുന്നത് എന്താ പറയുന്നത്? സൂറത്തുൽ മാഇദയിൽ എന്താ പറയുന്നത്? സൂറത്തുൽ മാഇദയിൽ എന്താ പറയുന്നുണ്ട്? സൂറത്തുൽ മാഇദ വലിയ സൂറത്തല്ലേ? ഇപ്പൊ ലിയാഖത്തിനെ കൊന്നാല് ഈ ലോകത്തിലെ മൊത്തം ആളെ ആയത്തിന് പറഞ്ഞോളി. ഇല്ലേ? നിങ്ങൾ പറഞ്ഞോളി, പറഞ്ഞോളി. നിങ്ങൾ പറയും സൂറത്തുൽ മാഇദയിൽ ഏതാ? പിന്നെ യുദ്ധത്തില് നിങ്ങൾ പറയുന്നത് യുദ്ധത്തില് ഇതിപ്പോ അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഒരാളെ കൊല്ലുന്നത് ലോകത്തെല്ലാരും കൊല്ലുന്ന പോലെയാണോ? അതേപോലെ മുശ്രിക്കുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഏതില്? അല്ല ഇതൊക്കെ നമുക്ക് സംസാരിക്കാന്ന്. ഇതൊക്കെ സംസാരിക്കാം. മുർത്തദിന്റെ കാര്യം തീരുമാനമായോ? മുർത്തദ് എന്താണ് അത് മുർത്തദിന്റെ കാര്യം തീരുമാനമായോ? മുർത്തദ് ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ യാക്കത്തിനെ കൊന്നിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെയാണോ അതിന്റെ തെളിവ്? അല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ പലിശയൊക്കെ ഇസ്ലാമിൽ ഹലാലായിരിക്കും. അതേമാതിരി മദ്രസയിൽ ചെല്ലുന്ന കുട്ടികളൊക്കെ, ഒരു മിനിറ്റ്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉസ്താദുമാർക്ക് പീഡിപ്പിക്കാം, അത് ഇസ്ലാമിൽ അനുവദനീയമായിരിക്കും അങ്ങനെയാണെങ്കിൽ? ഒരു ചോദ്യം അല്ല അങ്ങനെയാണോ? അതാണോ? അങ്ങനെയാണോ? അതാ പറയുന്നത്. അല്ല അങ്ങനെയാണോ? അനുവദനീയമാണോ? അല്ല ആണോ അല്ലേ? നിങ്ങൾ ആണോ അല്ലേ? ആണോ അല്ലേന്ന് പറയൂ. നിങ്ങളിതില് സെക്സും വയലൻസും ഇസ്ലാമില് അത് നിങ്ങൾക്ക് സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വെറുതെ കലബിലാണ്. നിങ്ങൾ വെറും കലബിലാണ്. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുമ്പോ വെറുതെ അങ്ങനെ പറ്റില്ല. മനുഷ്യന് ഉപകാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞോ? നിങ്ങൾ ഇത് വെച്ചിട്ട് ഏതെങ്കിലും എത്ര മനുഷ്യന്മാര് മനസ്സമാധാനത്തിലേക്ക് പോയി? ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ സാധനം മനസ്സമാധാനമാണ്. ഈ സ്വന്തം സഹോദരിക്കൽ വിഭജിക്കല് സമാധാനം. അതൊക്കെ ഇസ്ലാമിലുള്ളൂ. അല്ല ഇസ്ലാമിലാണ് മകളെ കല്യാണം കഴിക്കലൊക്കെ ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിലുള്ളത്. നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ലാത്തതിന് അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇസ്ലാമിലെ ലൈംഗിക സദാചാരവും ലൈംഗിക ധാർമ്മികതയും മുഹമ്മദ് നബിയുടെ മാതൃകയും ഒക്കെ പരിശോധിക്കാമൊക്കെ. ലിയാഖത്തിന് ഇപ്പൊ മാതാപിതാക്കളുണ്ടാ, ജീവിച്ചിരിപ്പുണ്ടാ, രണ്ടാളുണ്ടാ? നിങ്ങളെ ഒരു കാര്യം നമ്പറൊന്നും ഇവിടെ നടക്കൂല. അതൊന്നും അങ്ങനത്തെ ബേജാറുള്ള ആളല്ലത്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധാരണയില്ല. നിങ്ങൾക്ക് ലൈംഗിക ഇസ്ലാമിലെ ലൈംഗിക ധാർമ്മികതയും സദാചാരവും ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മുർത്തത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം പറഞ്ഞാൽ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകും. അല്ലാതെ നിങ്ങൾ എവിടെ കിടന്ന് എന്തൊക്കെ നെരിപ്പാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇല്ല കാലത്തോളം നിങ്ങളൊരാളും ഒരു നിങ്ങൾ ആർക്കല്ലെങ്കിൽ പേടി തൊടൂല. ആർക്കാ പേടി? അല്ലെങ്കിൽ കൊല്ലൂല. പക്ഷെ ആർക്കാ പേടി? നിങ്ങളെ ജീവൻ എടുക്കാൻ ഈ നമ്പർ ഈ ഉടായിപ്പ് ഡയലോഗ് ഒന്നല്ല. മതത്തിലുള്ള ഒരു വൃത്തികേട് കണ്ടപ്പോ അത് ബോധ്യപ്പെടുമ്പോ അതിനെ മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കാതെ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടും ഉമ്മ പെങ്ങൾ ഭോഗം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും കാര്യമില്ല. നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോ ആ വിഷയം സംസാരിക്കണം. ആ വിഷയത്തിൽ ഒന്ന് സംസാരിക്കണം. മുർത്തദിനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇനി നിങ്ങൾക്ക് ഉമ്മ പെങ്ങൾ ഭോഗം, മുഹമ്മദ് നബിയുടെ ലൈംഗിക സദാചാരം, ഇതൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വിളിക്കുക. പക്ഷെ ഈ ബഹളം നടക്കൂല. വൃത്തിക്ക് സംസാരിക്കാൻ പറ്റും. ഒരാള് വെറുതെ ബഹളം വെച്ച് ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അവസാനം ഞാൻ സംസാരിക്കുമ്പോ അവിടെ നിന്ന് ബഹളം വെക്കണ നിങ്ങളെ. അവിടെ എന്താ കാര്യം? എല്ലാം ലിയാഖത്ത് പറയുന്നത്
ഈ ലിയാഖത്ത് ഞാൻ 32 വയസ്സായി നിൽക്കാം അല്ലേ? എനിക്ക് 32 വയസ്സായി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് 32 വയസ്സായി. 32 വയസ്സിലാണ് ഞാൻ 33 വയസ്സോടെ മുർത്തദ്ദായിന്ന് ബോധ്യപ്പെട്ടതും പറയാൻ അപ്പൊ ഈ ഒന്നാ തുടങ്ങിയത്. പ്രസവിച്ച പാടന്നെ ഈസാ നബിന്റെ അന്നേരം തുടങ്ങിയതാ. മുഹമ്മദ് നബി എത്ര കാലം കഴിഞ്ഞിട്ടാ വിഗ്രഹാരാധന പുറത്തു വന്നത്? അല്ല ഞാൻ മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബി എപ്പോഴാ മുസ്ലിം ആയത്? നിങ്ങൾ ഈ തൊട്ടിൽ മുഹമ്മദ് നബി എപ്പോഴാ മുസ്ലിം ആയത്? എന്താ ചെയ്യാ? നല്ല മുഹമ്മദ് നബി എപ്പോഴാണ് മുസ്ലിം ആയത്? നിങ്ങൾ മറുപടി പറയും. നിങ്ങൾ മറുപടി. എനിക്ക് മനസ്സിലായത് മുഹമ്മദ് നബി എപ്പോഴാണ് മുസ്ലിം ആയത്? സുഹൃത്തെ, ഒരാൾക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നത് നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബിനെ പറയുമ്പോ ചൂട് എല്ലാവർക്കും തിളക്കുന്നു. എന്തിനാ തിളക്കുന്നത്? മുഹമ്മദ് നബിനെ നിങ്ങൾക്കൊരു എന്തറിയോ, നമ്മൾ മിനിമം ഒരു സംസാരത്തിൽ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇല്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ മണ്ടത്തരങ്ങളുടെ ആഴം എത്ര നിങ്ങൾക്ക് മനസ്സിലാവണില്ല. എനിക്ക് സഹതാപിക്കാനല്ലേ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോൾ എത്ര ആഴത്തിലുള്ള മണ്ടത്തരം. ഒരു മിനിറ്റ്, നിങ്ങൾ എങ്ങനെ മുസ്ലിം ആയത്? ഞാൻ എങ്ങനെ മുസ്ലിം ആയത്? നിങ്ങൾ പറയൂ. ഞാൻ 38 വയസ്സ് വരെ 40 വയസ്സ് വരെ ഇതായില്ലല്ലോ, ജനിച്ചപ്പോ തന്നെ ആയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരാൾ മുസ്ലിം ആവുന്നത്? അല്ല, എങ്ങനെ മുസ്ലിം ആവുന്നത്? ഒരാൾ മുസ്ലിം ആയിട്ടല്ലേ സുഹൃത്തെ മുർത്തദ്ദാവുന്നത്? എങ്ങനെയാ മുസ്ലിം ആവുന്നത്? ജനിച്ചത് എങ്ങനെയാണ്? ആരാണ് എങ്ങനെയാണ് മുസ്ലിം ആവുന്നത്? അങ്ങനെ തെളിവ് അതാണ് ഇപ്പൊ നിങ്ങളെ അവസ്ഥയെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ വർത്തമാനം അപ്പൊ കാര്യമൊന്നുമില്ല. അപ്പൊ ശരി, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എന്നെ ആരാ ഉണ്ടാക്കി? എന്താ തെളിവ്? ഇല്ലേ? മുഹമ്മദ് നബിനെ ആരുണ്ടാക്കിയ എന്താ തെളിവ്? എന്താ തെളിവ്? നമ്മളുടെ അത്ര പോലും തെളിവ്. നമ്മളെ ജനന സർട്ടിഫിക്കറ്റിൽ പേരുണ്ടാവും, ആശുപത്രി റെക്കോർഡിൽ പേരുണ്ടാവും. അതേപോലെ നമുക്ക് അതിനൊക്കെ തെളിവുണ്ട്. മുഹമ്മദ് നബിന്റെ കേസിൽ എന്താ തെളിവുള്ളത്? മുഹമ്മദ് നബിന്റെ കേസിൽ എന്താ തെളിവുള്ളത്? പക്ഷേ ഈ 100ാമത്തെ മുഹമ്മദ് നബിന്റെ കേസിൽ എന്താ തെളിവുള്ളത്? ഇസ്ലാമിന് ഒരു ചുക്കും സംഭവിക്കില്ല. അതൊക്കെ ശരിയാണ്. ഇസ്ലാമിന് ചുക്ക് സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് എന്താ സംഭവിക്കുക? ഇസ്ലാമിനല്ല ചുക്ക് സംഭവിക്കുക. ഇവിടെ പറഞ്ഞ കേട്ടോളി, ഇസ്ലാം ഇടുക്കാ ചെറുക്കായി മൂലക്ക് ഇരിക്കും, ഒരു ചുക്ക് സംഭവിക്കൂല. ഇസ്ലാമിന് എന്ത് ചുക്ക് സംഭവിക്കാനാ? ഇസ്ലാം ഒരു ആശയമാണ്. അത് കൂടും. ഇസ്ലാം ഒരു ആശയമാണ്. ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഏറ്റവും അത് ലോകത്ത് പടർന്ന് പന്തലിച്ചാൽ അത് അത്രയും പറയുന്നൊക്കെ നിങ്ങൾ ലോകത്ത് പോണം. നിങ്ങൾ അതിനാ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ വിസിറ്റിങ്ങിനോട് പോവാ. അതൊരു 3 മാസത്തേക്ക്. ഞാൻ മദീനയിൽ പോയിക്കണേ മദീന പറയുന്നൊക്കെ. എന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ സംസ്കാരവും കാര്യം ഇതെല്ലാം. എന്ത് സംസ്കാരം? ജോലിക്ക് വന്ന ആൾക്കാരെ തുപ്പുന്ന സംസ്കാരം അല്ല, അവനവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ തുപ്പുന്ന സംസ്കാരം. ജോലി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ തുപ്പുകയും അടിക്കുകയും ചെയ്യുന്ന സംസ്കാരം. അല്ല അല്ല, അതാണ് നിങ്ങളെ സംസ്കാരം എന്ന് പറയണേ. എന്ത് സംസ്കാരം? ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതാപിതാക്കൾ. അല്ല, എന്ത് സംസ്കാരം നിങ്ങൾ പറയണേ? എല്ലാം ഞാൻ പറഞ്ഞിട്ടാ. ഇപ്പോ ഈ 32 ഗൾഫിലുള്ള സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം ചെയ്യാണ്ട് നല്ല രീതിയിൽ മോനെ നീ ഈ ലിയാഖത്ത് പോയിട്ടില്ലേ മദ്രസയിൽ? അല്ലെ പഠിപ്പിച്ചു ഇതാ? അതിന് നിങ്ങളെ പഠിപ്പിച്ചാ? അതിന് എന്ത്? നിങ്ങളെ മദ്രസയിൽ പോയാലും ഈ വയലൻസ് ഇതുണ്ട് മറ്റേ. പിന്നെ നിങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കാൻ ഇന്ന അറബ് നാട്ടിൽ കൊണ്ടുപോകണം എന്തിനാണെന്നാ ചോദിച്ചത്? അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് വിസയും ടിക്കറ്റ് കൊടുത്തിട്ട് അറബികളുടെ സംസ്കാരം കാണിച്ചിട്ട് അതാണ് ഇസ്ലാം എന്ന് പറയാനല്ലേ കൊണ്ടുപോണേ? അല്ല പിന്നെ പറയുന്നത് അല്ല, അവിടെ ഉണ്ടല്ലോ കിതാബും കാര്യങ്ങളല്ലോ. അപ്പൊ എന്താ ഇവിടുത്തെ കിതാബ്? അവിടുത്തെ കിതാബിന്റെ കാര്യം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞതേ. എന്ത് കിതാബിന്റെ? എന്ത് കിതാബ്? ഇപ്പൊ കിതാബാണ് നിങ്ങളോട് ഈ പറയണത്. സഹീഹ് ബുഖാരി ഞാൻ എഴുതിയ കിതാബാ? ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഓരോ കിതാബ് ഉണ്ടാവും. സഹീഹുൽ ബുഖാരി ഞാൻ ഉണ്ടാക്കിയതാ? നിങ്ങൾ അവനെന്താ അറിയോ, ഇതൊന്നും നിങ്ങളെ കൊണ്ട് ഇത് പറയണേൽ എനിക്ക് വിഷമമുണ്ട്. ഇത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമല്ല. എന്നോടുള്ള കാര്യം നിങ്ങൾ കാര്യം ചെയ്യേണ്ട എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അവഗാഹമുള്ള ഒരു മൂല്യരെ കിട്ടുമെങ്കിൽ ആ മൂല്യരെയും കൂട്ടി നിങ്ങളെ വിളിക്കും. അല്ലാതെ വെറുതെ വെറുതെ ഇടങ്ങാറാവും. നിങ്ങൾക്ക് BP കയറുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് അറിയില്ല. നിങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഒരു ഹദീസ് പറഞ്ഞപ്പോ ഒരു ഹദീസിൽ ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്യില്ല. ഇത് ഇനി നിങ്ങൾക്ക് മനസ്സിലായി. ചെറുപ്പത്തിലെ നിങ്ങൾക്കറിയാം ഇവിടെ ഹിന്ദു മതത്തിനെയും ക്രിസ്ത്യൻ മതത്തിനെയും പറഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. എന്താ പണി കിട്ടുക? പണി കിട്ടുന്ന പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞത് പണി കിട്ടും. എന്ത് പണി കിട്ടും? നിങ്ങൾ പറഞ്ഞില്ലേ ഇസ്ലാമെന്ന്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും.
നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നാളെ ഒരു കാര്യമായ എപ്പിസോഡ് നിങ്ങൾ ധാരണയൊന്നുമില്ല. അല്ല നിങ്ങൾ ഹിന്ദുക്കളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു എപ്പിസോഡ് ഇറക്കിയൊക്കെ നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അപ്പൊ ഒരു നിങ്ങൾ ധാരണയില്ല. പറയുന്ന ആ സാധനം നിങ്ങൾക്ക് കിട്ടും. ആയിക്കോട്ടെ, കിട്ടും. ഏത് സമ്മതിച്ചു, ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ അതിനിപ്പോ ഹിന്ദു മതം മുത്തത്താല് ഇസ്ലാം മതത്തിനേക്കാളും ഒരു പത്തരമാറ്റ് മതമാണെന്ന ഒരു ബോധം എനിക്കില്ലല്ലോ. ആര് ആക്കി എനിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടോ? ഇതെങ്ങനെ ഇതൊക്കെ നിങ്ങൾ വല്ല ഹിന്ദുക്കളോട് പോയി ഞാൻ പറയും. അല്ല എന്നോട് പറഞ്ഞ ഹിന്ദുക്കളെന്നല്ല എന്താ ഇവിടെ ഹിന്ദുക്കൾ നല്ലതാണ്, പിന്നെ ഹിന്ദുത്വവാദികളുണ്ട്, അപ്പൊ ഹിന്ദുക്കൾ നല്ലതാണ്. അതറിയില്ല ലിയാക്കത്തിന്. ഇവിടെ ഞാൻ പറയാൻ തിരിച്ചു ഹിന്ദുത്വവാദികൾ ഞാൻ പറഞ്ഞു നോക്കൂ, നമ്മള് ഞാൻ പറഞ്ഞു ചോദിച്ചാ നോക്കൂ, ഇസ്ലാം ആകെ അഴുക്കാണ്. എന്താ ഇസ്ലാമാണ് പ്രശ്നം. ചെയ്യാൻ ഞാൻ എന്താ നിങ്ങൾ ചെയ്യാൻ പറ്റുക? വേറെ നിങ്ങൾ വാസ്തവം അപ്പൊ കാണില്ല. നിങ്ങൾക്ക് എന്താ അറിയോ, ഞാൻ നിങ്ങൾ എന്താ ഞാൻ അറിയോ, ഒരു പോയിന്റ് ഞാൻ ഇസ്ലാം ഇത്ര നമ്മൾ 3/4 മണിക്കൂറിലധികം നമ്മൾ സംസാരിച്ചു, സമയം കളഞ്ഞു. എല്ലാം ഏതെങ്കിലും ഇസ്ലാം ഒരു മിനിറ്റ് അല്ല, ഞാൻ ഒരു മിനിറ്റ് അത് അവസാനിപ്പിക്കാണ്. ഞാൻ ഒരു മിനിറ്റ് അടുക്കള അവസാനിപ്പിക്കാണ്. പറയുന്ന ഒരു മിനിറ്റ് 3/4 മണിക്കൂറിലധികം സമയം നമ്മൾ സംസാരിച്ചു. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിൽ വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ വെറുതെ സംസാരിച്ച് പക്ഷേ സമയം കളഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇത്ര നേരത്തെ നമ്മളെ സംസാരം. അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഒരു മിനിറ്റ് പറയട്ടെ. അതിനാദ്യം നമ്മൾ പറയുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പോ ഞാനൊരു കാര്യം നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇത് നമുക്കൊന്നുമില്ല. എന്റെ കാര്യത്തിൽ ഇസ്ലാമെന്ന് പോയൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇനി പറഞ്ഞ കേട്ടോളി. നിങ്ങൾ വന്ന് തുടങ്ങുമ്പോ തന്നെ ഇസ്ലാമും മുസ്ലിമും ഒന്നാണ്, രണ്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഒന്നാമത്തെ പോയിന്റ് അങ്ങനല്ല പറയുന്നത്. ഇസ്ലാം വിശ്വസിക്കുന്ന ആളെയാണ് അതനുസരിച്ചിട്ട് ജീവിക്കുന്ന ആളെ മുസ്ലിം എന്ന് പറയും. അപ്പൊ ഇനി കേട്ടോളി. അപ്പൊ അത് രണ്ടാണ്, അത് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ നിങ്ങള് എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്നതിന് മതപരമായ, സാമൂഹികമായ, വ്യക്തിപരമായ 3 പ്രതലത്തിലും നിങ്ങൾക്ക് ഈ എന്താ പറയാ പുസ്തകങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ സംസാരിച്ച് നിങ്ങൾ ഇന്ത്യയും സമയം ഇത് കേൾക്കുന്ന നാട്ടുകാരുടെ സമയം കളയുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മള് ആൾക്കാരുടെ മുഴുവൻ ആളുകളുടെയും ഇത് കേൾക്കുന്നവരുടെയും ക്ഷമ പരിശോധിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് സമയം കളയാ. എങ്ങനെ ഒരാഴ്ച മുമ്പ് 18 വയസ്സിന്റെ ആയിക്കോട്ടെ. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ വെച്ചിട്ട് അടിച്ചു കൊന്നതുണ്ട്. വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? അല്ല വിശേഷങ്ങൾ അടുക്കട്ടെ. അല്ല അത് കഴിഞ്ഞു. നിങ്ങളോടുള്ള ഈ വിഷയത്തിലുള്ള സംസാരം കഴിഞ്ഞു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ദിവസം വിളിച്ചോളി. പക്ഷെ ഇങ്ങനത്തെ സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ വെറുതെ സമയം എടുക്കെടുത്തതല്ലാതെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ എന്നോട് ഒരു മിനിറ്റ് ഇനി നിങ്ങൾ പറഞ്ഞ വിഷയത്തില് ഇപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന് ധാർമ്മികത, ലൈംഗിക സദാചാരം, ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നി. അതുണ്ടെങ്കിൽ വിളിച്ചോളി. പക്ഷെ വിളിക്കുമ്പോ നിങ്ങളുടെ ഭാഗം പറയാനുള്ള വാദങ്ങളും പോയിന്റുകളും നിങ്ങൾക്ക് അതിൽ പറയാനുള്ള തെളിവുകളും ഖുർആൻ വചനം ഹദീസും ഒക്കെ നോക്കിയിട്ട് വേണം എന്നെ വിളിക്കാൻ. വെറുതെ വിളിച്ച് സമയം കളയരുത്. അതല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നിങ്ങളെ തോന്നലുകളിൽ ഈ പുകച്ചുരുളുകളിൽ 6 മണി മുതൽ 10 മണി വരെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിനായിട്ട് ഇരിക്കുന്ന വേറെ ജോലിയൊന്നുമില്ലേ? അതാ പറഞ്ഞ. അപ്പൊ വേറെ എന്തൊക്കെ വിശേഷങ്ങള്? ജോലിയില്ലേ? അല്ല അതൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. അതാ പറഞ്ഞ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ധാരണയില്ല, നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല, വെറുതെ അറിയാമെന്ന് നോണ പറയണ്ട. എനിക്ക് ജോലി ഉണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോകൾ കണ്ടിട്ടില്ല, നിങ്ങൾ എന്റെ ലൈവ് കാണാറില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. അല്ലേ എന്റെ അർത്ഥം? അല്ലേ? എന്റെ വീഡിയോകൾ കാണുന്ന ഒരാള് ഒരിക്കലും ചോദിക്കില്ല എനിക്ക് എന്താ ജോലി, ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. കാരണം അത് നാഴികക്ക് പല തവണ പലപ്പോഴും റാൻഡം ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതും ജോലിയായി ബന്ധപ്പെട്ടതും ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ നിങ്ങളത് കേട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളാന്ന് മനസ്സിലായി, നമ്പർ കിട്ടി, അപ്പൊ ഒന്ന് വിളിച്ച് ഒന്ന് മക്കാറാക്കി നോക്കാന്ന് കരുതി വിളിച്ചതാണ്. സ്ഥലം മാറിപ്പോയി, സ്റ്റേഷൻ മാറിപ്പോയി. നിങ്ങളെ വലിയ സ്റ്റേഷൻ തന്നെ മലപ്പുറം അല്ലേ? വലിയ സ്റ്റേഷൻ. അതാണ് കാര്യം. അപ്പൊ എന്തായാലും ശരി, എന്തായാലും വിളിച്ചതിൽ നന്ദി. മതി. നമുക്ക് 1 മണിക്കൂർ കൂടുതലൊന്നും ഒരാളോട് ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റില്ല. 55 മിനിറ്റ് 54 മിനിറ്റ്. ഓക്കെ, നിങ്ങൾ വേറെ സമയത്ത് വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇനി അടുത്ത പോയിന്റ് എന്താ സംസാരിക്കാള്? അടുത്ത പോയിന്റ് എന്താണ്? ഇസ്ലാമിലെ ധാർമ്മികതയാണോ?
ഇസ്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാർമ്മികത, സദാചാരം ഇതൊക്കെയാണോ? ഞാനൊരു ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ലിയാഖത്ത് തന്നെ പറഞ്ഞു എനിക്കിപ്പോ 32 വയസ്സായി. എത്രാമത്തെ വയസ്സിലാണ് ഇസ്ലാമിനെ എതിർക്കാന്ന് പറഞ്ഞു? അത് പറ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്റെ പ്രായം പറഞ്ഞത് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ നമ്മൾ സമയം കളയില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സമാധാനായിട്ട് ഇന്നിപ്പോ മൊത്തം കഴിഞ്ഞു പോയി, ഇന്നിപ്പോ മൊത്തം കഴിഞ്ഞു പോയതാണ്. സാറില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നീ എന്നെ കേൾക്ക്. നിങ്ങളെ മാതാപിതാക്കൾ ഇപ്പൊ ലിയാഖത്തിന് എത്ര ഏജ് അതുവരെ ഒരു ഇത് ചെയ്തിട്ടില്ല അല്ലെ? അത് എന്തുകൊണ്ടാ വന്നത്? എങ്ങനെ വന്നത്? എങ്ങനെ നിങ്ങൾ വളർന്നത്? നിങ്ങൾ പറഞ്ഞ് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ മറ്റേ വിചാരം ചെയ്തിട്ടില്ല. ഇത് ആരിൽ നിന്നാണ് കിട്ടിയത്? ആരും നിങ്ങളെ മാതാപിതാക്കളെ വളർത്തിയത് ആ രീതിയിലല്ലേ? അപ്പൊ ഈ ഉസ്താദ്മാരെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാർക്ക് കിട്ടിയത്? എനിക്കത് കിട്ടിയത് ഇസ്ലാം എന്നാണ്. അല്ല, ഇതല്ലേ വാദം? ഒരു മിനിറ്റ് എനിക്കത് കിട്ടിയത്. അവിടെ നിക്ക്. ഞാൻ നല്ല രീതിയിൽ ജീവിക്കുമ്പോ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ മുർത്തദ്ദായ എന്റെ നല്ല ജീവിതത്തിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ തലയിൽ വെക്കണമെങ്കിൽ മദ്രസയിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന മൗലിയമാര് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആരെ തലയില? നിങ്ങൾ പറയും. ഏതോ ഒരു മൗലിയരല്ല, എല്ലാ ദർസുകളിലും, എല്ലാ പള്ളി ദർസുകളിലും, എല്ലാ യത്തീംഖാനകളിലും, ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയണേ, എല്ലാ പള്ളി ദർസുകളിലും, എല്ലാ മദ്രസയുടെ തട്ടുംപുറങ്ങളിലും, മീൻസ് എല്ലാ പള്ളി ദർസുകളിലും യത്തീംഖാനകളുടെ പിന്നാമ്പുറങ്ങളിലും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ? ഇസ്ലാമിനെ, മുഹമ്മദ് നബിക്ക്, അള്ളാഹ്ക്കോ? അങ്ങനെ അള്ളാഹിനെയും മുഹമ്മദ് നബിനെയും വിട്ടിട്ട് ഒരു ദീനുണ്ടോ നിങ്ങൾക്ക്? അല്ല, അള്ളാഹിനെയും മുഹമ്മദ് നബിനെയും വിട്ടിട്ട് ഒരു ദീനോ? നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഈ അള്ളാഹുവിനെയും നബിനെയും വിട്ടിട്ട് ഒരു ദീനെന്താ നിങ്ങൾ പറയുന്നൊക്കെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ജാതി വർത്താനൊക്കെ വിട്ടിട്ട് ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു വിഷയം സംസാരിക്കാനോ, ഒരു വിഷയത്തിൽ കാര്യങ്ങൾ അറിയാനോ, ഒരു വിഷയം എന്നോട് ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് സ്ഥാപിക്കാനോ ഒന്നും അല്ല നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾ വെറുതെ വിളിച്ച് സമയം കളയണം. നിങ്ങൾക്ക് എന്തൊക്കെയോ പറയണം, അത്രേ ഉള്ളൂ. അതിന് മെനക്കെടുത്താൻ എന്റെ കയ്യിൽ സമയമില്ല. സോറി. അല്ല, ഒന്നും പോവില്ല, പറഞ്ഞൊന്നും പോവില്ല. പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾ പഠിച്ചിട്ട് എന്നെ വിളിക്കണം. അപ്പൊ എന്നാ ശരി കേട്ടോ.